നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും വാർത്താ പ്രഭാതത്തിലേക്ക് സ്വാഗതം. ഇപ്പോൾ വരുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയുണ്ട്. നമ്മൾ ഇന്ന് വാർത്തകൾ ആരംഭിക്കുന്ന അവിടെ നിന്നാണ്. കൊച്ചിയിൽ കഞ്ചാവുമായി 2 സിനിമാ സംവിധായകർ ഇപ്പോൾ പിടിയിലായിരിക്കുന്നു. തല്ലുമാല സിനിമയുടെ സംവിധായകൻ ഖാലിദ് റഹ്മാൻ, തമാശ സിനിമയുടെ സംവിധായകൻ അഷ്റഫ് ഹംസ, ഇവർ രണ്ടുപേരുമാണ് കൊച്ചിയിലെ ഫ്ളാറ്റിൽ നിന്ന് പിടിയിലായത്. ഇവരിൽ നിന്ന് 1.5 ഗ്രാം കഞ്ചാവ് പിടികൂടിയിട്ടുണ്ട്. ആദ്യം എക്സൈസിന്റെ പ്രതികരണത്തിലേക്ക്. രഹസ്യ വിവരം കിട്ടിയതിനെ തുടർന്ന് പരിശോധനയിൽ നമ്മുടെ എറണാകുളം ഗോശ്രീ പാർക്ക് സമീപമുള്ള പൂർവ്വ ഗ്രാൻഡ് ബേ എന്ന ഫ്ളാറ്റിലെ 506 നമ്പർ ഫ്ളാറ്റിൽ നിന്നും 2 സിനിമാ സംവിധായകർ, അതായത് പേര് ഒരാൾ അഷ്റഫ്, പിന്നെ ഒരു ഖാലിദ് റഹ്മാൻ, പിന്നെ അവരുടെ സഹായി, 3 പേരെ നമ്മൾ കുറച്ച് കഞ്ചാവായിട്ട് കുടിയേറി കേസെടുത്തിട്ടുണ്ട്. അപ്പം ഒരു വിവരം കിട്ടിയ പരിശോധനയിലാണ് ഈ കേസ് കിട്ടിയിരിക്കുന്നത്. പ്രതികളെ ഒരു സ്റ്റേഷൻ ജാമ്യം കിട്ടുന്ന കേസാണിത്. പക്ഷെ ഇതിന്റെ ഉറവിടം സംബന്ധിച്ച് കൂടുതൽ അന്വേഷണങ്ങൾ നടത്തേണ്ടതായിട്ടുണ്ട്. അത് വരുന്ന ദിവസങ്ങളിൽ നടത്തുന്നതായിരിക്കും. ഇവര് കൃത്യമായിട്ട് കുറച്ച് നാളുകൊണ്ട് ഇത് യൂസ് ചെയ്യുന്നതാണ് നമുക്ക് അവരെ ചോദ്യം ചെയ്തതെന്നും മനസ്സിലാവുന്നു. സിനിമയിലെ ഡിസ്കഷനായിട്ടാണ് ഇവർ 3 പേര് പറഞ്ഞേക്കുന്നത്. ക്വാണ്ടിറ്റി 1.6 ഗ്രാമേ ഉള്ളൂ. വാർത്തയുടെ വിശദാംശങ്ങളുമായി ഇപ്പോൾ റാഫി കരീം ചേരുന്നുണ്ട്. കൊച്ചിയിൽ നിന്ന് റാഫിയും, ഇപ്പോൾ 2 സംവിധായകരാണ് പിടിയിലായിരിക്കുന്നത്. ഇവർ പോലീസ് നൽകിയിരിക്കുന്ന മൊഴി എന്താണ്? മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ് റാഫി? ഉന്മേഷ്, സിനിമാ മേഖലയിലെ കഞ്ചാവ്, സിനിമാ മേഖലയിലെ ലഹരി ഉപയോഗം അതിൻ്റെ ഏറ്റവും മേൽത്തട്ടിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ് ഇന്ന് ലഹരി പിടികൂടിയ സംവിധായകരിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഈ സംവിധായകർ പോലീസിന് കൊടുത്തിരിക്കുന്ന മൊഴി, അവർ നിരന്തരം ലഹരി ഉപയോഗിക്കാറുണ്ട് എന്നുള്ളതാണ്. വർഷങ്ങളായി അവർ ഇത്തരത്തിൽ കഞ്ചാവ് അടക്കമുള്ള ലഹരികൾ ഉപയോഗിക്കാറുണ്ട് എന്ന് ഇതിനോടകം തന്നെ എക്സൈസിന് ഈ 2 സംവിധായകരും, ഖാലിദ് റഹ്മാനും ഒപ്പം തന്നെ അഷ്റഫ് ഹംസയും, ഇരുവരും മൊഴി കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു എക്സൈസ് ഉദ്യോഗസ്ഥർ ഈ ഫ്ളാറ്റിൽ പരിശോധന നടത്തിയത്. സംവിധായകനും ഛായാഗ്രഹകനുമായ സമീർ താഹിറിന്റെ ഉടമസ്ഥതയിലാണ് ഈ ഫ്ളാറ്റ് ഉള്ളത്. ഈ ഫ്ളാറ്റിൽ ഈ 2 സംവിധായകരും ഒപ്പം തന്നെ ഇവരെ കൂടാതെ സിനിമാ മേഖലയുമായി ബന്ധമില്ലാത്ത ഒരാളും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇവർ 3 പേരും ആ ഫ്ളാറ്റിൽ ഉള്ളപ്പോഴാണ് ഈ എക്സൈസ് സംഘത്തിന് ഒരു രഹസ്യ വിവരം ലഭിക്കുകയും എക്സൈസ് സംഘം രാത്രി 1 മണിയോടുകൂടി ഈ ഫ്ളാറ്റിലേക്ക് എത്തി പരിശോധന നടത്തുകയും ചെയ്തത്. ഈ പരിശോധനയിലാണ് 1.5 ഗ്രാം കഞ്ചാവ് ഇവരിൽ നിന്ന് ലഭിക്കുന്നത്. ഇത് ഉപയോഗത്തിന് വേണ്ടി എത്തിച്ചതാണ് എന്നുള്ളത് എക്സൈസിന് വ്യക്തമായിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട മൊഴി ഇതിനോടകം തന്നെ എക്സൈസിന് ലഭിച്ചിട്ടുമുണ്ട്. കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റിയിലുള്ള കഞ്ചാവ് ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ് ഇവർക്ക് ഇന്ന് ജാമ്യം ലഭിച്ചിരിക്കുന്നത്. ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചിരിക്കുകയാണ് നിലവിൽ. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് വിശദമായ അന്വേഷണത്തിലേക്ക് എക്സൈസ് കടക്കുമെന്ന് ഇതിനോടകം തന്നെ അറിയിച്ചിട്ടുണ്ട്. കാരണം ഈ കഞ്ചാവ് എത്തിച്ചത് എവിടെ നിന്ന്, ഇവർക്ക് കഴിഞ്ഞ കാലങ്ങളിലെല്ലാം കഞ്ചാവ് എവിടെ നിന്ന് ലഭിച്ചു എന്നുള്ള കാര്യങ്ങളാണ് എക്സൈസ് പ്രധാനമായും പരിശോധിക്കുന്നത്. ഒപ്പം തന്നെ സിനിമാ മേഖലയിൽ സംവിധായകരായി വളരെ പ്രമുഖരായ ആളുകളാണ് ഈ ഖാലിദ് റഹ്മാനും അഷ്റഫ് ഹംസയും. 1-ലധികം ചിത്രങ്ങൾ ഇരുവരും സംവിധാനം ചെയ്തിട്ടുണ്ട്. ഖാലിദ് റഹ്മാൻ 5 ചിത്രങ്ങളാണ് ഇതുവരെ സംവിധാനം ചെയ്തത്. അനുരാഗ കരിക്കിൻ വെള്ളത്തിൽ നിന്ന് തുടങ്ങി ഏറ്റവും ഒടുവിലായി ആലപ്പുഴ ജിംഖാന എന്ന സിനിമയാണ് ഖാലിദ് റഹ്മാൻ ചെയ്തത്. ഒപ്പം തന്നെ അഷ്റഫ് ഹംസ തമാശ എന്ന ചിത്രമാണ് ആദ്യമായി സംവിധാനം ചെയ്യുന്നത്. ഏറ്റവും ഒടുവിലായി അഷ്റഫ് ഹംസ സംവിധാനം ചെയ്ത ചിത്രമാണ് ഭീമന്റെ വഴി എന്നുള്ളത്. ഇങ്ങനെ സിനിമാ മേഖലയിൽ പ്രമുഖരായ ആളുകളാണ്, സിനിമാ മേഖലയിൽ ഏറ്റവും ഉയരത്തിൽ നിൽക്കുന്ന ആളുകളാണ് ഇവർ 2 പേരും. ഇവരിൽ നിന്ന് ഈ സിനിമാ മേഖലയിൽ ഏതു തലത്തിൽപ്പെട്ട ആളുകൾ വരെ കഞ്ചാവ് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ള വിവരങ്ങൾ എക്സൈസിന് ലഭിച്ചിട്ടുണ്ട്. നിലവിൽ എക്സൈസിന് ഇരുവരും കൊടുത്തിരിക്കുന്ന മൊഴിയിൽ സിന്തറ്റിക് ലഹരികൾ ഇരുവരും ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ്. കാരണം ഈ വർഷങ്ങളായി കഞ്ചാവ് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത് ഇരുവരും സമ്മതിച്ചിട്ടുണ്ട്. എന്നാൽ സിന്തറ്റിക് ലഹരികൾ ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് എക്സൈസിന് കൊടുത്തിരിക്കുന്ന മൊഴി. എന്നാൽ ഈ മൊഴി എക്സൈസ് പൂർണ്ണമായും വിശ്വാസത്തിൽ എടുത്തിട്ടില്ല. ഇവരുടെ ബാങ്ക് ഇടപാടുകൾ, ഇവർ ആരെല്ലാമായാണ് ബന്ധം സ്ഥാപിച്ചിരിക്കുന്നത്, ആരെല്ലാമായാണ് ഇത്തരത്തിലുള്ള ബന്ധം പുലർത്തുന്നത്, ഇവരെ കൂടാതെ സിനിമാ മേഖലയിൽ ഉൾപ്പെടാത്ത ഒരു വ്യക്തി കൂടി ആ ഫ്ളാറ്റിലുണ്ടായിരുന്നു, അയാളുടെ ബാക്ക്ഗ്രൗണ്ട് എന്നാണ്. ഇത്തരത്തിലുള്ള പരിശോധനകളിലേക്ക് വരും ദിവസങ്ങളിൽ എക്സൈസ് കടക്കുമെന്ന് ഇതിനോടകം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമാണ് ഷൈൻ ടോം ചാക്കോ ഈ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് നിന്നുകൊണ്ട് വിവാദങ്ങളിൽ ഉൾപ്പെടുന്നതും ഷൈൻ ടോം ചാക്കോ ലഹരി ഉപയോഗിക്കുന്നുണ്ട് എന്ന് പോലീസിന് മുന്നിൽ മൊഴി നൽകുന്നതുമെല്ലാം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലാണ്. അങ്ങനെ സിനിമാ മേഖലയിലെ പരിശോധനകൾ പോലീസും എക്സൈസും വ്യാപിപ്പിച്ച സാഹചര്യത്തിൽ കൂടുതൽ ആളുകൾ ഈ കഞ്ചാവുമായും ഒപ്പം തന്നെ സിന്തറ്റിക് ലഹരിയുമായും എല്ലാം ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നും അത് ഏറ്റവും ഉന്നത സ്ഥാനങ്ങളിലുള്ള സിനിമാ മേഖലയിലെ ഏറ്റവും ഉന്നത തലത്തിൽ പ്രവർത്തിക്കുന്ന ആളുകൾ ഇതിൻ്റെ ഭാഗമാണ് എന്നും ഇതിനോടകം തന്നെ വ്യക്തമായിരിക്കും. എന്തായാലും ഇന്നലെ രാത്രി 1 മണിയോടുകൂടി ഈ എറണാകുളത്തെ
ഹൈക്കോടതിക്ക് സമീപമുള്ള ഫ്ളാറ്റിൽ നിന്ന് സമീർ താഹിർ എന്ന സംവിധായകൻ്റെ ഫ്ളാറ്റിൽ നിന്നാണ് ഖാലിദ് റഹ്മാനെയും ഒപ്പം തന്നെ അഷ്റഫ് ഹംസയെയും സിനിമാ മേഖലയുമായി ബന്ധമില്ലാത്ത ഒരാളെയും 1.5 ഗ്രാം കഞ്ചാവുമായി എക്സൈസ് സംഘം പിടികൂടുന്നത്. റാഫി, ഇപ്പോൾ ഇവരുവരും നൽകിയിരിക്കുന്ന മൊഴിയും നാളുകളായി ഇവർ ഇത്തരത്തിൽ കഞ്ചാവ് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണല്ലോ. അപ്പോൾ ഈ കുറഞ്ഞ അളവിലാണ് പിടികൂടിയിട്ടുള്ളത് എങ്കിലും ഈ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഇനി എക്സൈസിന് കൂടുതൽ അന്വേഷണം പരിശോധനകളൊക്കെ നടത്തേണ്ടി വരുമല്ലോ. എന്താണ് എക്സൈസ് നൽകുന്ന വിവരങ്ങൾ അതുമായി ബന്ധപ്പെട്ട് റാഫി? തീർച്ചയായും പിടിച്ചെടുത്തിരിക്കുന്ന കഞ്ചാവ് കുറഞ്ഞ അളവിലാണെങ്കിൽ പോലും ഇതിൻ്റെ വഴിയാണ്, ഈ കഞ്ചാവ് എവിടെ നിന്ന് വരുന്നു എന്നുള്ളതാണ് എക്സൈസിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം എക്സൈസ് പറയുന്നുണ്ട് 1.5 ഗ്രാം കഞ്ചാവ് ഇവരിൽ നിന്ന് ലഭിച്ചു എന്ന് പറയുമ്പോൾ ഇവർ കൊടുത്ത ഒരു മൊഴി അത് വളരെ നിർണായകമാണ്. കാരണം വർഷങ്ങളായി സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളാണ് ഇരുവരും. ഈ സിനിമാ മേഖലയിൽ വർഷങ്ങളായി പ്രവർത്തിക്കുന്ന ആളുകൾ അത്ര തന്നെ കാലമായി ലഹരി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ഈ എക്സൈസിന് കൊടുത്തിരിക്കുന്ന മൊഴി. അതുകൊണ്ട് തന്നെ ഈ വർഷങ്ങളായി ഇവർക്ക് എവിടെ നിന്ന് ലഹരി ലഭിക്കുന്നു, ഈ സുലഭമായി ലഹരി ലഭിക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഇവർക്ക്, അതെങ്ങനെയാണ് എന്നുള്ളതാണ് എക്സൈസ് പ്രധാനമായും പരിശോധിക്കുന്നത്. ഇപ്പോഴെത്തിച്ച ലഹരിയുടെ വഴി എന്താണ്, അത് എവിടെ നിന്ന് വന്നു എന്നുള്ള കാര്യത്തിൽ ഈ സംവിധായകർ തന്നെ എക്സൈസിന് മുൻപിൽ വ്യക്തത വരുത്തേണ്ടതുണ്ട്. കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി അല്ല എങ്കിൽ പോലും ഇവർ ഉപയോഗിക്കാൻ വേണ്ടി എത്തിച്ചതാണ് എന്നും ഇത് എവിടെ നിന്ന് എത്തിച്ചു എന്നും ഇവർ പറയേണ്ടതുണ്ട്. ഒപ്പം ഈ കഞ്ചാവ് ഇത് സ്ഥിരമായി ലഭിക്കുന്ന സ്ഥലം എവിടെയാണ്, സിനിമാ മേഖലയിലേക്കുള്ള കഞ്ചാവിൻ്റെ സപ്ലൈ എങ്ങനെയാണ്, ഈ സപ്ലൈ ചെയിൻ എങ്ങനെ കട്ട് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഈ ലഹരിയുമായി ബന്ധപ്പെട്ട് എക്സൈസ് പ്രധാനമായും പരിശോധിക്കുന്നത്. നമുക്കറിയാവുന്നത് പോലെ തന്നെ ഈ ലഹരി പിടികൂടുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണിയാകുക അല്ലെങ്കിൽ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്നുള്ളത് ഈ ലഹരി എത്തുന്ന സോഴ്സ്, അതിൻ്റെ വഴി അത് അടയ്ക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ പോലീസും എക്സൈസും അന്വേഷണങ്ങളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ് ലഹരി ആളുകളിലേക്ക് എത്തുന്നത്, അതിൻ്റെ വഴി എന്താണ് എന്നുള്ളതാണ്. ഇവരിൽ നിന്ന് ലഭിച്ച വിവരങ്ങളും അത് എക്സൈസിൻ്റെ ഈ അന്വേഷണത്തെ സഹായിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവരിൽ നിന്ന് ലഹരി പിടികൂടുന്നതിന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി എക്സൈസ് മനസ്സിലാക്കുകയും ചെയ്യുന്നത്. ആ പ്രതികരണത്തിലേക്ക് ഒരിക്കൽ കൂടി. രഹസ്യ വിവരം കിട്ടിയതിനെ തുടർന്ന് പരിശോധനയിൽ നമ്മുടെ എറണാകുളം ഗോശ്രീ പാർക്ക് സമീപമുള്ള പൂർവ്വ ഗ്രാൻഡ് ബേ എന്ന ഫ്ളാറ്റിലെ 506 നമ്പർ ഫ്ളാറ്റിൽ നിന്നും 2 സിനിമാ സംവിധായകർ, അതായത് പേര് ഒരാൾ അഷ്റഫ്, പിന്നെ ഒരു ഖാലിദ് റഹ്മാൻ, പിന്നെ അവരുടെ സഹായി, 3 പേരെ നമ്മൾ കുറച്ച് കഞ്ചാവായിട്ട് പിടികൂടി കേസെടുത്തിട്ടുണ്ട്. അപ്പം ഒരു വിവരം കിട്ടിയ പരിശോധനയിലാണ് ഈ കേസ് കിട്ടിയിരിക്കുന്നത്. പ്രതികളെ ഒരു സ്റ്റേഷൻ ജാമ്യം കിട്ടുന്ന കേസാണിത്. പക്ഷെ ഇതിന്റെ ഉറവിടം സംബന്ധിച്ച് കൂടുതൽ അന്വേഷണങ്ങൾ നടത്തേണ്ടതായിട്ടുണ്ട്. അത് വരുന്ന ദിവസങ്ങളിൽ ഞങ്ങൾ നടത്തുന്നതായിരിക്കും. ഇവര് കൃത്യമായിട്ട് കുറച്ച് നാളുകൊണ്ട് ഇത് യൂസ് ചെയ്യുന്നതാണ് നമുക്ക് അവരെ ചോദ്യം ചെയ്തതെന്നും മനസ്സിലാകുന്നു. സിനിമയുടെ ഡിസ്കഷനായിട്ടാണ് ഇവർ 3 പേര് പറഞ്ഞേക്കുന്നത്. ക്വാണ്ടിറ്റി 1.6 ഗ്രാമേ ഉള്ളൂ. റാഫി കരീമുണ്ട് കൊച്ചിയിൽ നിന്ന്. റാഫി, അടുത്തിടെ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട ഈ ലഹരി ഇടപാടുകളിൽ ഉണ്ടായ വിവാദങ്ങളൊക്കെ നമ്മുടെ മുൻപിലുണ്ട്. ചില മൊഴികൾ, അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സിനിമയിൽ നടക്കുന്ന തർക്കങ്ങളൊക്കെ നമ്മുടെ മുൻപിലുണ്ട്. ആ സമയത്താണ് ഇപ്പോൾ 2 സംവിധായകർ തന്നെ ഈ കഞ്ചാവ് കേസിൽ അറസ്റ്റിലായിരിക്കുന്നത്. എന്തൊക്കെയാണ് വിവരങ്ങൾ റാഫി? ഉന്മേഷ്, തീർച്ചയായും ഇന്നലെ രാത്രിയിലാണ് കൊച്ചിയിൽ 2 സംവിധായകർ, പ്രമുഖരായ സിനിമയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയമുള്ള സിനിമയിൽ 1-ലധികം ചിത്രങ്ങൾ സംവിധാനം ചെയ്ത ആളുകൾ ഇന്നലെ പിടിയിലാകുന്നത്. ഖാലിദ് റഹ്മാനും ഒപ്പം തന്നെ അഷ്റഫ് ഹംസയുമാണ് 1.6 ഗ്രാം കഞ്ചാവുമായി കൊച്ചിയിലെ ഫ്ളാറ്റിൽ നിന്ന് എക്സൈസിന്റെ പിടിയിലാകുന്നത്. രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ രാത്രി 1 മണിയോടെ എക്സൈസ് നടത്തിയ പരിശോധനയിലാണ് ഈ 2 സംവിധായകരും എക്സൈസിന്റെ പിടിയിലാകുന്നത്. ഇവരുടെ ഫ്ളാറ്റിൽ ലഹരി ഉപയോഗം നടക്കുന്നു എന്നുള്ള രഹസ്യ വിവരമാണ് ഈ എക്സൈസിന് ലഭിച്ചത്. ഉടനെ തന്നെ എക്സൈസ് ഈ വിവരത്തിന് ശേഷം ഈ ഫ്ളാറ്റിലെത്തി, കൊച്ചിയിലെ മറൈൻ ഡ്രൈവിലുള്ള ഈ ഫ്ളാറ്റിലെത്തി പരിശോധന നടത്തുകയായിരുന്നു. ഈ പരിശോധനയിലാണ് സംവിധായകന്മാരായ ഖാലിദ് റഹ്മാനും അഷ്റഫ് ഹംസയും, ഇവരെ കൂടാതെ സിനിമാ മേഖലയുമായി ബന്ധമില്ലാത്ത ഒരാൾ കൂടി ഈ ഫ്ളാറ്റിലുണ്ടായിരുന്നു. ഇവർ 3 പേരിൽ നിന്നുമായി 1.6 ഗ്രാം കഞ്ചാവ് പിടികൂടിയത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസിന് ഇവർ മൊഴി നൽകിയിട്ടുണ്ട്. പോലീസ് ഈ മൊഴിയുമായി ബന്ധപ്പെട്ട് നൽകുന്ന വിവരങ്ങൾ അത് ഞെട്ടിക്കുന്നതാണ്. കാരണം ഈ വർഷങ്ങളായി ഈ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ വർഷങ്ങളായി ലഹരി ഉപയോഗിക്കുന്നു എന്ന് പോലീസിന് ഈ എക്സൈസിന് മുന്നിൽ സമ്മതിച്ചിരിക്കുകയാണ്. ഇപ്പോൾ പിടികൂടിയ കഞ്ചാവ് അത് കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റിയിലുള്ള കഞ്ചാവല്ല, അത് ഇവർക്ക് ഉപയോഗത്തിന് വേണ്ടി എത്തിച്ചതാണ് എന്നും ഇവർ എക്സൈസിന് മുന്നിൽ സമ്മതിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ കഞ്ചാവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ സിനിമാ മേഖലയിൽ ഇത്തരത്തിൽ ലഹരി ഉപയോഗം നടക്കുന്നുണ്ട് എന്നുള്ള
എന്നുള്ള കാര്യവും എക്സൈസിന് മുന്നിൽ ഇവർ മൊഴി നൽകിയിട്ടുണ്ട്. എന്തായാലും പിടിച്ചെടുത്ത കഞ്ചാവ് അത് ചെറിയ അളവിലുള്ളതാണെങ്കിൽ പോലും ഈ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ടുള്ള ലഹരി മാഫിയയുടെ പ്രവർത്തനങ്ങൾ അതിലേക്ക് എക്സൈസിന് എത്താൻ കഴിയുന്ന വിവരങ്ങൾ ഈ സംവിധായകരിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എക്സൈസ് ഇൻസ്പെക്ടർ നൽകിയ പ്രതികരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം വർഷങ്ങളായി സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന രണ്ടാളുകൾ, സിനിമാ മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട തലങ്ങളിൽ പ്രവർത്തിക്കുന്ന ആളുകൾ, ഏറ്റവും പ്രധാനപ്പെട്ട നടന്മാരോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ട ടെക്നീഷ്യന്മാരോടൊപ്പം എല്ലാം പ്രവർത്തിക്കുന്ന ആളുകൾ. കാരണം ഈ ഖാലിദ് റഹ്മാൻ അദ്ദേഹം ഇതിനോടകം തന്നെ 5 ചിത്രങ്ങൾ സംവിധാനം ചെയ്തു കഴിഞ്ഞു. ആദ്യ ചിത്രം അനുരാഗ കരിക്കിൻ വെള്ളമായിരുന്നു. പിന്നീട് മമ്മൂട്ടിയോടൊപ്പം ഉണ്ട എന്ന ചിത്രത്തിൻ്റെ സംവിധാനം അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അതിനുശേഷം തല്ലുമാല ചെയ്യുന്നു ടൊവിനോയോടൊപ്പം. അതിനുശേഷം ലവ് എന്നൊരു ചിത്രം ചെയ്യുന്നു. അതിനുശേഷം ഏറ്റവും ഒടുവിലായി ആലപ്പുഴ ജിംഖാന എന്നൊരു ചിത്രമാണ് ഈ ഖാലിദ് റഹ്മാൻ ചെയ്തത്. ഒരു പിടി യുവതാരങ്ങളോടൊപ്പമാണ് ആലപ്പുഴ ജിംഖാന എന്ന ചിത്രം ഈ ഖാലിദ് റഹ്മാൻ എന്ന സംവിധായകൻ സംവിധാനം ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. ഏറ്റവും ഒടുവിലെ ചിത്രവും ഈ ആലപ്പുഴ ജിംഖാനയാണ്. ഒപ്പം തന്നെ അഷ്റഫ് ഹംസയിലേക്ക് വന്നാൽ തല്ലുമാലയുടെ സ്ക്രിപ്റ്റ് റൈറ്റിംഗിൽ മുഹസിൻ പരാരിയോടൊപ്പം ഉണ്ടായിരുന്ന വ്യക്തിയാണ് അഷ്റഫ് ഹംസ. തമാശ എന്ന ചിത്രമാണ് അഷ്റഫ് ഹംസ ആദ്യം സംവിധാനം ചെയ്യുന്നത്. പിന്നീട് കുഞ്ചാക്കോ ബോബനോടൊപ്പം ഭീമൻ്റെ വഴി എന്ന ചിത്രം അഷ്റഫ് ഹംസ സംവിധാനം ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ സിനിമാ മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടെക്നീഷ്യന്മാരോടൊപ്പം പ്രവർത്തിച്ച് പരിചയമുള്ള, സിനിമാ മേഖലയിലെ പ്രമുഖ നടന്മാരോടൊപ്പം പ്രവർത്തിച്ച് പരിചയമുള്ള 2 സംവിധായകരിൽ നിന്നാണ് ഇത്തരത്തിലുള്ള ലഹരി എക്സൈസ് പിടികൂടുന്നത്. ഈ സംവിധായകരോടൊപ്പം തന്നെ സിനിമാ മേഖലയുമായി ബന്ധമില്ലാത്ത ഒരാളും ഈ ഫ്ലാറ്റിലുണ്ടായിരുന്നു. അയാളെ കൂടി ഈ കേസിൽ എക്സൈസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ ലഹരി പിടികൂടിയ ഫ്ലാറ്റ് എന്നുള്ളത് സമീർ താഹിറിൻ്റെ, ഛായാഗ്രാഹകനും ഒപ്പം തന്നെ സംവിധായകനുമാണ് സമീർ താഹിർ. ഈ സമീർ താഹിറിൻ്റെ ഉടമസ്ഥതയിലുള്ള ഫ്ലാറ്റിൽ നിന്നാണ് ഇവർ 3 പേരെയും, ഈ 2 സംവിധായകരുൾപ്പെടെയുള്ള ആളുകളെ എക്സൈസ് പിടികൂടിയിരിക്കുന്നത്. ഇതിനുശേഷം ഈ എക്സൈസിൻ്റെ വിശദമായ മൊഴിയെടുപ്പ് നടന്നിരുന്നു. ഇവരോട് വിവരങ്ങൾ ചോദിച്ചറിഞ്ഞിരുന്നു. എവിടെ നിന്ന് ഈ കഞ്ചാവ് ലഭിക്കുന്നു, ഈ കഞ്ചാവിൻ്റെ ഉപയോഗം എത്ര നാളായി നടത്തുന്നുണ്ട്, സിന്തറ്റിക് ലഹരികൾ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ള ചോദ്യങ്ങളെല്ലാം തന്നെ എക്സൈസ് ഈ സംവിധായകർക്ക് മുന്നിലേക്ക് ചോദിച്ചിട്ടുണ്ട്. അതിൽ കൃത്യമായ മറുപടികളും എക്സൈസിന് ഇവരിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം വർഷങ്ങളായി ലഹരി ഉപയോഗിക്കുന്നു എന്ന് പറയുന്നു, സിന്തറ്റിക് ലഹരികൾ ഉപയോഗിക്കാറില്ല, കഞ്ചാവാണ് ഉപയോഗിക്കുന്നതെന്ന് എക്സൈസിനോട് പറയുന്നു. ഈ കഞ്ചാവ് എവിടെ നിന്ന് ഇവർക്ക് ലഭിച്ചു എന്നുള്ള കാര്യങ്ങളിൽ എക്സൈസിന് വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അത് മാധ്യമങ്ങൾക്ക് കൈമാറിയിട്ടില്ല. കാരണം എക്സൈസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം ഇപ്പോഴുള്ളത് ഈ ലഹരിയുടെ വ്യാപനം, അത് ലഹരി ഉപയോഗിക്കുന്ന ആളുകളിലേക്ക് എങ്ങനെ എത്തുന്നു, അതിൻ്റെ വഴി എവിടെയാണ്, അതിൻ്റെ ഉറവിടം എവിടെയാണ്. ഇത്തരം കേന്ദ്രങ്ങളെ അടച്ചുമുട്ടിക്കൊണ്ട്, ഇത്തരം കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രവർത്തനമാണ് പോലീസും എക്സൈസും ഇപ്പോൾ സമീപകാലത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ലഭിച്ച കഞ്ചാവിൻ്റെ അളവ് ചെറുതാണെങ്കിലും ഇത് എവിടെ നിന്നെത്തുന്നു, ഇത് സിനിമാ മേഖലയിലെ ഏറ്റവും മുകൾത്തട്ടിൽ നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളിലേക്ക് എത്തുമ്പോൾ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് ഈ നിരയിൽ പ്രവർത്തിക്കുന്ന ഇത്തരത്തിൽ ഈ ഒരു ആളുകളിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ലഹരി മാഫിയ അതാരാണ് എന്നുള്ള പരിശോധനയിലേക്കാണ് ഇനി എക്സൈസ് കടക്കുക. അത് ഇതിനോടകം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഇവർക്ക് സ്റ്റേഷൻ ജാമ്യമാണ് ലഭിച്ചിരിക്കുന്നത്. കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റിയിലുള്ള കഞ്ചാവ് കൈവശമില്ലാത്തത് കൊണ്ട് തന്നെ സ്റ്റേഷൻ ജാമ്യം ലഭിച്ചിട്ടുണ്ട്. എന്നാൽ ഇവരെ ഇനിയും എക്സൈസിന് വിളിപ്പിക്കാൻ കഴിയും. ഇവരിൽ നിന്ന് ഇനിയും എക്സൈസിന് വിവരങ്ങൾ ശേഖരിക്കാൻ കഴിയും. ആ വിവരങ്ങൾ ഇനിയുള്ള അന്വേഷണങ്ങളിൽ, ഇനിയുള്ള ലഹരി വേട്ടകളിൽ എക്സൈസിന് നിർണായകമാകും. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമുക്കറിയാം ഷൈൻ ടോം ചാക്കോയുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങളും ഒപ്പം തന്നെ ആലപ്പുഴയിൽ ഹൈബ്രിഡ് കഞ്ചാവ് പിടികൂടിയപ്പോൾ ആ കഞ്ചാവ് അവിടെ എത്തിച്ച ആളുകൾ നൽകിയ മൊഴികളും നമുക്കറിയാം. അത് സിനിമാ മേഖലയിലെ പല പ്രമുഖ പേരുകളും ഉൾപ്പെട്ടതാണ്. ഷൈൻ ടോം ചാക്കോയുടെ പേര് ആ സമയത്തുണ്ടായിരുന്നു, ശ്രീനാഥ് ബാസിയുടെ പേരുണ്ടായിരുന്നു, ഒപ്പം തന്നെ ബിഗ് ബോസ് താരങ്ങളുടെ പേരുണ്ടായിരുന്നു. അങ്ങനെ ഈ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പലരുടെയും പേര് ഈ മൊഴികളിലെല്ലാം ഉണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനകളും ഒരു വശത്ത് പോലീസും എക്സൈസും നടത്തുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഈ ലഹരി പരിശോധനയ്ക്കിടെ ഷൈൻ ടോം ചാക്കോ ഹോട്ടലിൽ നിന്ന് ചാടിയിറങ്ങി ഓടുന്നത് ദൃശ്യങ്ങളിൽ 24 പുറത്തുവിട്ട ദൃശ്യങ്ങളിൽ കണ്ടതാണ്. അതിനുശേഷം ഷൈൻ്റെ മൊഴി പോലീസ് രേഖപ്പെടുത്തുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. അതും ലഹരി ഉപയോഗത്തിൻ്റെ പേരിലായിരുന്നു. അതായത് സിനിമാ മേഖലയെ ലഹരി ഏത് രീതിയിൽ, സിനിമാ മേഖലയിൽ ലഹരി എത്രത്തോളം സ്വാധീനം ചെലുത്തുന്നുണ്ട് എന്നുള്ളത് ഇന്നത്തെ ഈ അറസ്റ്റോട് കൂടി വ്യക്തമാവുകയാണ്. കാരണം ഖാലിദ് റഹ്മാനെ പോലെയും അഷ്റഫ് ഹംസയെ പോലെയുമുള്ള സംവിധായകർ ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, അത് ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളാണ്. സിനിമാ മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടെക്നീഷ്യന്മാരോടൊപ്പം, സിനിമാ മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നടന്മാരോടൊപ്പം എല്ലാം തന്നെ
സജീവമായി നിൽക്കുന്ന ആളുകളാണ്. നേരത്തെയെല്ലാം ഈ ലഹരി കേസുകളുമായി ബന്ധപ്പെട്ട് സിനിമ ഈ ചെറിയ പ്രവർത്തകരെയായിരുന്നു, ഈ സിനിമയുടെ ടെക്നീഷ്യന്മാരെയായിരുന്നു പിടിയിരുന്നത്. അത് താഴെ തട്ടിൽ നിന്നായിരുന്നു, അതായത് ഏതെങ്കിലും തരത്തിൽ അസിസ്റ്റൻ്റായി എത്തുന്ന ആളുകളായിരുന്നു ഈ നേരത്തെ എല്ലാം പിടികൂടിയിരുന്നത്. എന്നാൽ ഇപ്പോൾ അതല്ല, അതിനപ്പുറത്തേക്ക് എക്സൈസ് കടക്കുന്നു, പോലീസ് കടക്കുന്നു എന്നുള്ളതാണ് ഈ പരിശോധനകളിൽ നിന്നും ഈ അറസ്റ്റുകളിൽ നിന്നും എല്ലാം വ്യക്തമാകുന്നത്. എന്തായാലും സിനിമാ സംഘടനകൾ ഇനി എന്ത് നിലപാടെടുക്കുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം നേരത്തെ സിനിമാ സംഘടനകൾ ഈ ലഹരി വ്യാപനത്തിനെതിരെയും ഈ സിനിമാ സെറ്റുകളിലെ ലഹരി ഉപയോഗത്തിനെതിരെയും സിനിമാ താരങ്ങളിലെയും അണിയറ പ്രവർത്തകരിലെയും ലഹരി ഉപയോഗത്തിനെതിരെയും ശക്തമായ നിലപാടെടുക്കുമെന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രഖ്യാപിച്ചതാണ്, കേരള സമൂഹത്തിന് മുന്നിൽ പ്രഖ്യാപിച്ചതാണ്. കഴിഞ്ഞ ദിവസം ഫെഫ്കയുടെ ഒരു വാർത്താ സമ്മേളനം ഉണ്ടായിരുന്നു. ആ വാർത്താ സമ്മേളനത്തിൽ ഫെഫ്ക ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണൻ തന്നെ പറഞ്ഞത്, ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിൽ വിവരങ്ങൾ ലഭിച്ചാൽ അല്ലെങ്കിൽ ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും കണ്ടെത്തിയാൽ ശക്തമായ നടപടി ഇവർക്കെതിരെ ഉണ്ടാകുമെന്നാണ്. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും ഇതേ നിലപാടായിരുന്നു ലഹരിയുമായി ബന്ധപ്പെട്ട വിഷയത്തിലെടുത്തത്. ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും കണ്ടെത്തിയാൽ, ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് ലഹരി പിടികൂടിയാൽ, ലഹരി ഉപയോഗിക്കുന്നു എന്ന് വ്യക്തമായാൽ അവർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാവും. സിനിമാ മേഖലയിൽ നിന്ന് അവരെ മാറ്റി നിർത്തിക്കൊണ്ട് അവരെ വിലക്കിക്കൊണ്ടുള്ള നടപടികളിലേക്കായിരിക്കും കടക്കുക എന്നുള്ളതാണ് ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും ഒപ്പം തന്നെ ഫെഫ്കയും എല്ലാം വ്യക്തമായിരിക്കുന്നത്. ഈ സംവിധായകന്മാരുടെ കാര്യത്തിലാകുമ്പോൾ അത് ഫെഫ്കയ്ക്ക് കീഴിൽ വരുന്നതാണ്. ഡയറക്ടേഴ്സ് യൂണിയനുണ്ട് ഫെഫ്കയ്ക്ക് കീഴിൽ. ആ സംവിധായകന്മാരുടെ കൂട്ടായ്മ അത് ഏത് രീതിയിൽ ഇനി ഇവർക്കെതിരെ നടപടി എടുക്കുമെന്നുള്ളതാണ്. കാരണം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇപ്പോൾ പറയേണ്ടത്, ഖാലിദ് റഹ്മാൻ ഏറ്റവും ഒടുവിൽ സംവിധാനം ചെയ്ത ചിത്രമാണ് ആലപ്പുഴ ജിംഖാന. ആ ആലപ്പുഴ ജിംഖാനയിൽ ഒരു പിടി യുവതാരങ്ങളാണ് അഭിനയിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. കാരണം കുട്ടികളെ കേന്ദ്രീകരിച്ച്, അതായത് ഒരു 18 വയസ്സോ 17 വയസ്സോ അല്ലെങ്കിൽ +2 ഡിഗ്രി പഠിക്കുന്ന കുട്ടികളെ കേന്ദ്രീകരിച്ചുള്ള ഒരു സിനിമയായിരുന്നു ആലപ്പുഴ ജിംഖാന എന്നുള്ളത്. അതുകൊണ്ട് തന്നെ കുട്ടികളിൽ വളരെ സ്വാധീനം ചെലുത്തുന്ന ചിത്രമാണ്. ആ സിനിമയുടെ സംവിധായകനാണ് ഈ ലഹരി ഉപയോഗത്തിൻ്റെ പേരിൽ എക്സൈസിൻ്റെ പിടിയിലായിരിക്കുന്നത്. ഇപ്പോൾ ഇവർ തന്നെ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ അന്വേഷണങ്ങൾ വേണ്ടി വരുമല്ലോ. കാരണം ഈ സിനിമയും ഈ ലഹരി മേഖലയുമായുള്ള ബന്ധത്തെ സംബന്ധിച്ച് ഇപ്പോൾ ഒട്ടേറെ വാർത്തകൾ പുറത്തു വരുന്നൊരു ഘട്ടമാണ്. റാഫി സൂചിപ്പിച്ച പോലെ തന്നെ ഈ ഷൈൻ ടോം ചാക്കോയുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങളൊക്കെ അന്ന് സിനിമാ മേഖല ഒന്നടങ്കം അതിനെതിരെ രംഗത്തെത്തിയതാണ്. പക്ഷെ അവർ ഉയർത്തിയൊരു വാദം എന്ന് പറയുന്നതൊക്കെ ഒറ്റപ്പെട്ട സംഭവങ്ങളാണ്, എല്ലാവരും ഈ നിലയ്ക്കല്ല എന്നതായിരുന്നുവല്ലോ. ഈ രണ്ടുപേർ കൂടി പിടിയിലാകുമ്പോൾ ഇനിയും സിനിമാ സംഘടനകൾ എന്ത് നിലപാടെടുക്കുമെന്നതും പ്രധാനപ്പെട്ടതല്ലേ? അപ്പോൾ അവരുടെ ഭാഗത്ത് നിന്ന് എന്ത് പ്രതീക്ഷിക്കണം? ഒപ്പം ഏത് നിലയ്ക്കായിരിക്കും എക്സൈസിന്റെ അന്വേഷണം മുന്നോട്ട് പോവുക? ഉന്മേഷ്, തീർച്ചയായും സിനിമാ സംഘടനകൾ ഒറ്റപ്പെട്ട സംഭവങ്ങൾ എന്ന് പറയുമ്പോൾ കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ ഇത്തരത്തിലുള്ള 6ാമത്തെ ഒറ്റപ്പെട്ട സംഭവമാണ് ഇത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം നേരത്തെ ആലപ്പുഴയിൽ ഹൈബ്രിഡ് കഞ്ചാവ് പിടികൂടിയപ്പോൾ അവിടെ മൊഴി നൽകിയ പേരുകൾ അത് സിനിമാ മേഖലയിലെ വളരെ പ്രമുഖമായ പേരുകളായിരുന്നു. അത് ഷൈൻ ടോം ചാക്കോ, ശ്രീനാഥ് ബാസി എന്നുള്ളവരുടെ പേരുകൾ വളരെ പ്രമുഖരായ പേരുകളായിരുന്നു. പിന്നീട് ഷൈൻ ടോം ചാക്കോ ലഹരി ഉപയോഗിച്ചു എന്ന് പോലീസിന് സൂചന ലഭിക്കുന്നു. അതിനെ തുടർന്ന് പോലീസ് പരിശോധന നടത്തുന്നു. അവിടെ നിന്ന് ജീവനം കൊണ്ട് ഷൈൻ ടോം ചാക്കോ ഹോട്ടലിൻ്റെ മതിൽ രണ്ടാം നിന്ന് ചാടി രക്ഷപ്പെട്ടു പോകുന്നു. പിന്നീട് പോലീസ് നോട്ടീസ് നൽകി വിളിപ്പിക്കുന്നു, ഒടുവിൽ മൊഴിയെടുക്കുന്നു, അറസ്റ്റ് ചെയ്യപ്പെടുന്നു. അതിനുശേഷം തിരുവനന്തപുരത്തെ മേക്കപ്പ് ആർട്ടിസ്റ്റുകളെ ലഹരി ഉപയോഗത്തിൻ്റെ പേരിൽ പിടികൂടുന്നു. അതിനുശേഷം ഈ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിന്നെയും ലഹരി ഉപയോഗം ടെക്നീഷ്യന്മാരെ കേന്ദ്രീകരിച്ചുണ്ടാകുന്നു, അവരെയും പിടികൂടുന്നു. ഏറ്റവും ഒടുവിലാണ് സിനിമാ മേഖലയിലെ ഏറ്റവും ഉയരത്തിൽ നിൽക്കുന്ന ആളുകളിൽ പ്രധാനപ്പെട്ട പേരുകൾ, സംവിധായകന്മാരിൽ പ്രധാനപ്പെട്ട പേരുകൾ, സജീവമായി നിലനിൽക്കുന്ന പേരുകൾ, മുൻനിര താരങ്ങളുടെ സംവിധായകന്മാർ, മുൻനിര താരങ്ങളെ വെച്ച് പടങ്ങൾ എടുത്ത സംവിധായകന്മാർ, അവരെ തന്നെ എക്സൈസ് പിടികൂടിയിരിക്കുന്നു. കഞ്ചാവ് ഉപയോഗത്തിൻ്റെ പേരിൽ, ലഹരി ഉപയോഗത്തിൻ്റെ പേരിൽ പിടികൂടിയിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം ഇനി ഇത് ഒറ്റപ്പെട്ട സംഭവം എന്ന് പറഞ്ഞ് സിനിമാ സംഘടനകൾക്ക് ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയില്ല. കാരണം ഞാൻ പറഞ്ഞതുപോലെ 6ഓ 5ഓ കേസുകൾ ഇതിനോടകം തന്നെ ലഹരി ഉപയോഗത്തിൻ്റെ പേരിൽ സിനിമാ മേഖലയിൽ നിന്ന് ഉണ്ടായിരിക്കുന്നു. അതിൽ പ്രമുഖ പേരുകളും എത്തിക്കഴിഞ്ഞു. ഇനി ഒറ്റപ്പെട്ട സംഭവം എന്ന് എങ്ങനെ പറയാൻ സാധിക്കുമെന്നുള്ളതാണ് ഒരു ചോദ്യം. ഒപ്പം തന്നെ ഈ സംവിധായകരെ പിടികൂടുമ്പോൾ നേരത്തെ ഈ സിനിമയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സംഘടനകളെടുത്തൊരു നിലപാട് അത് അവർക്ക് നടപ്പാക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. അമ്മയും ഫെഫ്കയും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും ഫിലിം ചേംബറും എല്ലാവരും തന്നെ എക്സിബിറ്റേഴ്സും എല്ലാവരും തന്നെ ലഹരിയുമായി ബന്ധപ്പെട്ട് ഇതിനോടകം തന്നെ അവരുടെ നിലപാട്, ഔദ്യോഗിക നിലപാട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. പൊതുസമൂഹത്തിന് മുന്നിൽ അവരത് പറഞ്ഞു കഴിഞ്ഞു. അമ്മയും എല്ലാവരും തന്നെ പറയുന്നത്, ഈ സിനിമാ മേഖലയിൽ ഏതെങ്കിലും തരത്തിൽ ലഹരി ഉപയോഗം കണ്ടെത്തിയാൽ ആ വ്യക്തിയെ സിനിമകളുമായി സഹകരിപ്പിക്കില്ല, സംഘടനകളുമായി സഹകരിപ്പിക്കില്ല എന്നുള്ളതാണ്. ഷൈൻ
ടോം ചാക്കോയുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദത്തിന് ശേഷം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും ഒപ്പം തന്നെ ഫിലിം ചേംബറും ഫെഫ്കയും അത് വീണ്ടും വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഈ ഷൈനെ സിനിമാ മേഖലയിൽ നിന്ന് മാറ്റി നിർത്തുന്നതിലടക്കമുള്ള നടപടികൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ഇപ്പോഴും അവർ പറയുന്നത്. ഇപ്പോൾ ഖാലിദ് റഹ്മാനും അഷ്റഫ് ഹംസയും പിടിയിലാകുമ്പോൾ ആ നടപടികൾ അത് അവർക്ക് അതിവേഗം എടുക്കേണ്ടി വരും. കാരണം ഇവർ ലഹരി ഉപയോഗിച്ചു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇവരുടെ കയ്യിൽ നിന്നാണ് പിടികൂടിയത് എന്ന കാര്യത്തിൽ സംശയമില്ല. തെളിവുകളുടെ അഭാവമില്ല. അതുകൊണ്ട് തന്നെ നടപടി അത് സിനിമാ സംഘടനകൾ ശക്തമായി എടുക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. എടുത്തേ മതിയാകൂ. കാരണം നിലവിൽ ഇവരുടെ കയ്യിൽ നിന്ന് പിടികൂടിയ ലഹരിക്ക് പുറമെ ഇവർ വർഷങ്ങളായി ലഹരി ഉപയോഗിക്കുന്നു എന്നുള്ളത് എക്സൈസിന് മുന്നിൽ മൊഴി കൊടുത്തിരിക്കുന്നു. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ഇത്രയധികം സിനിമകൾ സംവിധാനം ചെയ്ത, ഇത്രയും അധികം നടന്മാരുമായി സഹകരിച്ച, സ്വാധീനമുള്ള സിനിമാ മേഖലയിലെ പ്രമുഖരെ വച്ച് സിനിമകൾ ഉരുപ്പെടുത്തിയെടുത്ത, ഈ സിനിമാ മേഖലയിലെ പ്രമുഖരുമായി അടുത്ത ബന്ധങ്ങളുള്ള, ഈ സിനിമാ മേഖലയിലുള്ള ആളുകളിലേക്ക്, സിനിമയിലേക്ക് കടന്നു വരുന്ന ആളുകളിലേക്ക് സ്വാധീനം ചെലുത്താൻ കഴിയുന്ന 2 പേരാണ് ഖാലിദ് റഹ്മാനും അഷ്റഫ് ഹംസയും. ഇവരിൽ നിന്ന് ലഹരി പിടികൂടുമ്പോൾ അത് പൊതുസമൂഹത്തിന് നൽകുന്ന സന്ദേശം അത് സിനിമാ മേഖലയിൽ ലഹരി വ്യാപിച്ചു എന്നുള്ളതാണ്. അതിന് ഏതെങ്കിലും തരത്തിൽ ഈ സിനിമാ മേഖലയിൽ ഇവർ പറഞ്ഞ വാക്കുകൾ, ഈ പൊതുസമൂഹത്തോട് ഇവർ പറഞ്ഞ വാക്കുകളോട് ഏതെങ്കിലും തരത്തിൽ ഇവർ നീതി പുലർത്തുമെങ്കിൽ ഇനിയെങ്കിലും നടപടിയെടുത്തേ മതിയാകൂ എന്നുള്ള ഒരു സാഹചര്യം എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. റാഫി, ഇപ്പോൾ ഈ തസ്ലീമ സുൽത്താന അറസ്റ്റിലായ ഒരു പശ്ചാത്തലമുണ്ട്. അവർ നൽകിയ ഒരു മൊഴിയുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ 7 പേർക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ട്. അവരെ ചോദ്യം ചെയ്യലിന് വിളിപ്പിക്കുന്നുണ്ട്. അതിൽ 2 പേർ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകൾ കൂടിയാണ്. അപ്പോൾ എങ്ങനെ ഈ ലഹരി വസ്തുക്കൾ സിനിമയിലേക്ക് എത്തുന്നു എന്നൊരു ചോദ്യമുണ്ടല്ലോ. ഇപ്പോൾ ഈ 2 സംവിധായകരും നാളുകളായി ഇത് ഉപയോഗിക്കുന്നു എന്ന് പറയുമ്പോൾ അവരിലേക്ക് ലഹരി എത്തുന്നു, അതെങ്ങനെ എത്തുന്നു എന്നുള്ള ചോദ്യവുമുണ്ടല്ലോ. അപ്പോൾ ആ നിലയ്ക്കൊക്കെ ഈ ലഹരിക്ക് പിന്നാലെ ഇനി എക്സൈസിന് പോകേണ്ടി വരുമല്ലോ. തീർച്ചയായും എക്സൈസ് ഈ ചെറിയ അളവിലുള്ള ലഹരി പിടികൂടുമ്പോഴും എക്സൈസിന് മുന്നിലുള്ള ലക്ഷ്യം അത് വലുതാണ്. എക്സൈസ് ഇവരിൽ നിന്ന് പ്രധാനമായും ചോദിച്ചറിഞ്ഞ വിവരങ്ങൾ ഇവർ എത്ര കാലമായി ലഹരി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. അതിനിവർ നൽകിയ മറുപടി വളരെയധികം വർഷങ്ങളായി ലഹരി ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഒപ്പം തന്നെ എക്സൈസ് മറ്റൊരു ചോദ്യം ഇവരോട് ചോദിച്ചത് ഈ ലഹരി എവിടെ നിന്ന് ലഭിക്കുന്നു എന്നുള്ളതാണ്. ആ ചോദ്യത്തിനുള്ള ഉത്തരം ഇവരിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. അത് എക്സൈസിന് വളരെ നിർണായകമായ ഒരു കാര്യമാണ്. കാരണം ഈ സപ്ലൈ ചെയിൻ, ലഹരി എവിടെ നിന്ന് ഇവർക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ്. ആ സപ്ലൈ ചെയിൻ മുറിച്ചാൽ മാത്രമാണ് ഇതിലെ പ്രധാനപ്പെട്ട ഒരു ഘട്ടം ആ സപ്ലൈ ചെയിൻ മുറിക്കലാണ്. അത് എക്സൈസിന് മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യവും കൂടിയാണ്. കാരണം സിനിമാ മേഖലയിലേക്ക് ലഹരി എത്തുമ്പോൾ അത് എക്സൈസിനെ സംബന്ധിച്ചിടത്തോളവും പോലീസിനെ സംബന്ധിച്ചിടത്തോളവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ സപ്ലൈ ചെയിൻ മുറിക്കുന്ന എന്ന് പറയുമ്പോൾ നേരത്തെ ആലപ്പുഴയിൽ പിടികൂടിയ തസ്ലീമ എന്ന സ്ത്രീ, അവർ ഈ സപ്ലൈ ചെയിൻ്റെ ഒരു ഭാഗമായ പ്രധാനപ്പെട്ട ഒരു കണ്ണിയാണ് എന്ന് എക്സൈസ് നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ തസ്ലീമ അവരുടെ പ്രധാനപ്പെട്ട കസ്റ്റമേഴ്സ് അതെല്ലാം തന്നെ സിനിമാ മേഖലയിലുള്ള ആളുകളാണ് എന്ന് എക്സൈസിന് മൊഴി നൽകിയിട്ടുണ്ട്. പല പേരുകളും എക്സൈസിന് മുന്നിൽ പറയുകയും ചെയ്തിട്ടുണ്ട്. ഇവരുമായി ബന്ധപ്പെട്ട് നടത്തിയ സാമ്പത്തിക ഇടപാടുകളുടെ തെളിവുകളും എക്സൈസിന് ലഭിച്ചിട്ടുമുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം എക്സൈസ് നടത്തുന്നുണ്ട്. അത് സിനിമാ മേഖലയിലെ ഇനിയും നമ്മൾ കേട്ടതിലും അപ്പുറത്തേക്കുള്ള പേരുകളിലേക്ക് എത്തുമെന്നുള്ള സൂചനകളും ലഭ്യമായിട്ടുണ്ട്. കാരണം ശ്രീനാഥ് ബാസിയുടെയും ഷൈൻ ടോം ചാക്കോയുടെയും പേരുകൾ അവിടെയുണ്ട്. ബിഗ് ബോസ് താരം ജിൻഡോയുടെ പേര് അവിടെ ഇവരിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ ഈ പേരുകൾ, ഈ തസ്ലീമ നൽകിയ പേരുകൾ ചിലത് മാത്രമാണ് പുറത്തു വന്നിട്ടുള്ളത്. ഇനിയും അധികം ഇടപാടുകൾ, ഇനിയും കൂടുതൽ പേരുകൾ ഈ തസ്ലീമയിൽ നിന്ന് എക്സൈസിന് ലഭിച്ചിട്ടുണ്ട്. അതിനുമായി ബന്ധപ്പെട്ട പരിശോധനകൾ എക്സൈസ് നടത്തിയതിനു ശേഷം തീർച്ചയായും അവരെ തേടി എക്സൈസ് എത്തും എന്നുള്ളതാണ്. ഇപ്പോൾ ഈ ഖാലിദ് റഹ്മാനിൽ നിന്നും അഷ്റഫ് ഹംസയിൽ നിന്നും ലഹരി പിടികൂടുമ്പോൾ ഈ എക്സൈസിന് അവിടെ നിന്നും ഈ സപ്ലൈ ചെയിൻ എന്തായാലും ലഭിച്ചിരിക്കും. ഈ സപ്ലൈ ചെയിനിലേക്ക് എത്തുമ്പോൾ ഇത് പ്രധാനപ്പെട്ട ആളുകൾക്ക് ലഹരി കൈമാറിയ ഒരു സപ്ലൈ ചെയിൻ ആയിരിക്കും. കാരണം ഖാലിദ് റഹ്മാനും അഷ്റഫ് ഹംസയും പോലുള്ള ആളുകളുമായി ലഹരി ഇടപാടുകൾ നടത്തുന്ന ആളുകൾ അത് സിനിമാ മേഖലയുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആളുകളായിരിക്കും. സിനിമാ മേഖലയിൽ നിന്ന് തന്നെയുള്ള ആളുകളുമായിരിക്കും. കാരണം ടെക്നീഷ്യന്മാരായിരിക്കാം, ആ നിലയിൽ നടന്മാരായിരിക്കും. അങ്ങനെ സിനിമാ മേഖലയുമായി ഏറ്റവും അടുത്തുള്ള ആളുകളായിരിക്കും. അത് ഈ സിനിമാ മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സപ്ലൈ ചെയിൻ ആയിട്ടാണ്, സിനിമാ മേഖലയിലേക്ക് ലഹരി എത്തുന്ന പ്രധാനപ്പെട്ട ഒരു വഴിയായിട്ടാണ് എക്സൈസ് കണക്ക് കൂട്ടുന്നത്. ആ സപ്ലൈ ചെയിൻ അത് എക്സൈസ്
എക്സൈസിന് കൂടുതൽ വിവരങ്ങൾ, കൂടുതൽ താരങ്ങൾ, കൂടുതൽ സംവിധായകർ, കൂടുതൽ ക്യാമറാമാൻമാർ, കൂടുതൽ ഛായാഗ്രഹകർ, അങ്ങനെ എല്ലാ നിലയിലും ഏത് സിനിമയുടെ എല്ലാ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകളും ഈ സപ്ലൈ ചെയിൻ്റെ ഭാഗമായിരിക്കും എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇതിനെ പ്രധാനപ്പെട്ട ഒരു നേട്ടമായി ഈ പിടികൂടാൻ കഴിഞ്ഞതും ഇവരിൽ നിന്ന് വിവരങ്ങൾ ലഭിച്ചതും പ്രധാനപ്പെട്ട ഒരു നേട്ടമായി കണക്കാക്കുന്നത്. കാരണം ലഹരിക്കെതിരായ വലിയൊരു പോരാട്ടത്തിലേക്ക് ഇവിടുത്തെ സംവിധാനങ്ങളെല്ലാം മാറുമ്പോൾ അതിൽ പ്രധാനപ്പെട്ട 2 പേരുകൾ എത്തുന്നു. ആ പ്രധാനപ്പെട്ട പേരുകളിൽ നിന്ന് വിവരങ്ങൾ എക്സൈസിന് ലഭിക്കുന്നു. ആ വിവരങ്ങൾ ഇനി എക്സൈസിന്റെ തുടർന്നുള്ള അന്വേഷണത്തിൽ ഏറെ നിർണായകമായി മാറുകയും ചെയ്യും. ശരി. കൊച്ചിയിൽ കഞ്ചാവുമായി 2 സിനിമാ സംവിധായകർ ഉൾപ്പെടെ 3 പേരാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. തല്ലുമാല സിനിമയുടെ സംവിധായകൻ ഖാലിദ് റഹ്മാൻ, തമാശ സിനിമയുടെ സംവിധായകൻ അഷ്റഫ് ഹംസ ഇവർ ഉൾപ്പെടെയാണ് 3 പേർ പിടിയിലായത്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു റാഫി കരീം കൊച്ചിയിൽ നിന്ന്. ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് വിനീത വീച്ചി ഒരു വാർത്ത അറിയിക്കുന്നത് ഇന്ത്യ ഉറി ഡാം മുന്നറിയിപ്പില്ലാതെ തുടർന്നു വിട്ടു. ഇതിനെ തുടർന്ന് ജലം നദിയിൽ ജലനിരപ്പ് ഉയർന്നു. പാക് അധീന കശ്മീരിലെ വിവിധ പ്രദേശങ്ങളിൽ വെള്ളം കയറിയിട്ടുണ്ട്. ഹട്ടിയൻബാല ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ വെള്ളം കയറി. നദീതീരങ്ങളിൽ താമസിച്ചിരുന്നവർ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറി എന്നുള്ളതാണ്. കൊഹാല, ധാൽകോട്ട് എന്നിവിടങ്ങളിലും താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറിയതായി ഇപ്പോൾ വിനീത വിജി അറിയിക്കുന്നുണ്ട്. കോഴിക്കോട് മായനാട് സ്വദേശിയ യുവാവിനെ മർദ്ദിച്ച് കൊലപ്പെടുത്തി. 20-കാരനായ സൂരജാണ് കൊല്ലപ്പെട്ടത്. 3 പ്രതികൾ കസ്റ്റഡിയിലുണ്ട്. അഭിജിത്ത് മുഴക്കുന്ന് ഇപ്പോൾ കോഴിക്കോട് നിന്ന് വിവരങ്ങൾ അയച്ചിരുന്നു. അഭിജിത്ത്, എന്താണ് ഈ സംഭവത്തിന് പിന്നിൽ? എന്തൊക്കെയാണ് വിവരങ്ങൾ അഭിജിത്ത്? ഉന്മേഷ്, ഈ പ്രദേശത്തുള്ള തിരുത്തിയാട് എന്ന ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുകയായിരുന്നു. അവിടെ വെച്ചുണ്ടായ സംഘർഷമാണ് ഇങ്ങനെയൊരു കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് പ്രാഥമികമായി നമ്മൾ മനസ്സിലാക്കുന്നത്. 2 വിഭാഗങ്ങളായി അവിടെ ഒരു അടിപിടി ഉണ്ടായിരുന്നു, ചെറിയ സംഘർഷം ഉണ്ടായിരുന്നു. അതിനെ തുടർന്ന് ഈ സൂരജ് എന്ന 20 വയസ്സുകാരന് ഗുരുതരമായി പരിക്കേറ്റു. ഉടൻ തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചു. പക്ഷേ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞിട്ടില്ല. നിലവിലിപ്പോൾ 3 പേർ ചേവായൂർ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട് എന്നുള്ളതാണ് സൂചന. മറ്റ് നടപടിക്രമങ്ങളിലേക്ക് പോലീസ് കടന്നിട്ടില്ല. ഇനിയിപ്പോൾ മറ്റേതെങ്കിലും മുൻവൈരാഗ്യമാണോ ഇത്ര ക്രൂരമായി ഈ സൂരജിനെ മർദ്ദിക്കാൻ ഇടയായത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വരേണ്ടിയിരിക്കുന്നു. ഇന്നലെ രാത്രി ഏതാണ്ട് 11:30 മണിയോടടുപ്പിച്ചാണ് ഈ സംഭവം ഉണ്ടായത്. ഈ അമ്പലത്തിന് സമീപം, ഉത്സവം നടക്കുന്ന അമ്പലത്തിന് സമീപത്ത് വെച്ച് 2 വിഭാഗങ്ങളായി ഈ അടിപിടി നടക്കുകയാണ്. അതിനുശേഷം സൂരജിന് ഗുരുതരമായി പരിക്കേറ്റു. ഉടൻ തന്നെ സൂരജിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ആശുപത്രിയിൽ എത്തിച്ചു. പക്ഷേ മരണം സംഭവിക്കുകയാണ്. ഏതായാലും 15ഓളം പേർക്കെതിരെ ചേവായൂർ പോലീസ് നിലവിൽ കേസ് എടുത്തിട്ടുണ്ട്. അതിൽ 3 പേർ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. ഇന്നലെ രാത്രി നടന്ന സംഭവ വികാസങ്ങളാണ്. ഉത്സവത്തിന്റെ ഭാഗമായി ഉണ്ടായ സംഘർഷമാണ്. ഇതിലിപ്പോൾ 3 പേർ ചേവായൂർ പോലീസിന്റെ കസ്റ്റഡിയിൽ ഉണ്ട്. കോഴിക്കോട് മായനാട് സ്വദേശിയായ യുവാവിനെയാണ് മർദ്ദിച്ച് കൊലപ്പെടുത്തിയത്. 20-കാരനായ സൂരജാണ് കൊല്ലപ്പെട്ടത്. ഇന്നലെ രാത്രിയാണ് ഈ സംഭവം ഉണ്ടായതെന്നാണ് അഭിജിത്ത് മുഴക്കുന്ന അറിയിക്കുന്നത്. പഹൽഗാം ആക്രമണത്തിലെ ഭീകരർക്കായി തിരച്ചിൽ ഊർജിതം. തെക്കൻ കശ്മീരിലെ 14 ഭീകരരെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. ലഷ്കർ ഇ തൊയ്ബ, ജെയ്ഷെ മുഹമ്മദ്, ഹിസ്ബുൾ മുജാഹിദീൻ എന്നീ ഭീകര സംഘടനകളുമായി ബന്ധപ്പെട്ടവരാണ് അന്വേഷണ സംഘം തിരയുന്ന 14 പേരും. അനന്ത്നാഗ്, ഷോപ്പിയാൻ, പുൽവാമ ജില്ലകളിലുള്ളവരാണ് ഇവർ. ഇതിൽ 8 പേർ ലഷ്കർ ഇ തൊയ്ബയും 3 പേർ വീതം ജെയ്ഷെ മുഹമ്മദ്, ഹിസ്ബുൾ മുജാഹിദീൻ ഭീകരരുമാണ്. ലഷ്കർ ഭീകരനായ ഇഹ്സാൻ ഉൾ ഹക്കിന്റെ പുൽവാമയിലെ വീട് കഴിഞ്ഞ ദിവസം സുരക്ഷാസേന ഇടിച്ചു നിരത്തിയിരുന്നു. അന്വേഷണ സംഘം തിരയുന്ന മറ്റ് ഭീകരർ ഇവരാണ്. സോപ്പോർ സ്വദേശിയായ ലഷ്കർ കമാൻഡർ ആദിൽ റഹ്മാൻ ദേറ്റു, അവന്തിപുരയിലെ ജെയ്ഷെ കമാൻഡർ അഹമ്മദ് ഷെയ്ഖ്, പുൽവാമ സ്വദേശി ലഷ്കർ ഭീകരൻ ഹാരിസ് നസീർ, ജെയ്ഷെ ഭീകരരായ അമീർ നസീർ വാനി, യാവർ അഹമ്മദ് ഭട്ട്, ഹിസ്ബുൾ മുജാഹിദീൻ ഭീകരൻ ആസിഫ് അഹമ്മദ് കാണ്ടെ, ഷോപ്പിയാനിലെ ലഷ്കർ ഭീകരൻ ഷഹീദ് അഹമ്മദ് കുട്ടായി, TRF ഭീകരരായ ആമിർ അഹമ്മദ് ദർ, അദ്നാൻ സാഫിദാർ എന്നിവർ. ഹിസ്ബുൾ ചീഫ് ഓപ്പറേഷണൽ കമാൻഡർ അനന്ത്നാഗിലെ സുബൈർ അഹമ്മദ് വാനി, പാക് അധിനിവേശ കശ്മീരിൽ പരിശീലനം നേടിയ ഹാറൂൺ റഷീദ് ഗനി, TRF ഭീകരൻ കുൽഗാമിലെ സുബൈർ അഹമ്മദ് ഗനി എന്നിവരും അന്വേഷണ സംഘത്തിന്റെ പട്ടികയിലുണ്ട്. കൂടാതെ ത്രാലിലെ ആസിഫ് ഷെയ്ഖ്, ബ്രിജ് ബെഹാരയിലെ ആദിൽ ഗുരി, കുൽഗാമിലെ സാക്കിർ ഗനി എന്നിവരെയും തിരയുന്നുണ്ട്. പഹൽഗാം ഭീകരാക്രമണത്തിന് മുൻപ് ഇവർ താഴ്വരയിൽ സജീവമായിരുന്നു എന്ന വിവരം അന്വേഷണ ഏജൻസികൾക്ക് ലഭിച്ചിട്ടുണ്ട്. 24 ശ്രീനഗർ. മുന്നറിയിപ്പില്ലാതെ ഇന്ത്യ ഉറി ഡാം തുറന്നതിനെ തുടർന്ന് ജലം നദിയിൽ ജലനിരപ്പ് ഉയരുന്നു. പാക് അധീന കശ്മീരിലെ വിവിധ പ്രദേശങ്ങളിൽ വെള്ളം കയറി. വിനീത വിജിയുണ്ട് വിശദാംശങ്ങളുമായി ഇപ്പോൾ ഡൽഹിയിൽ നിന്ന്. വിനീത, വിവരങ്ങൾ.
ഉന്മേഷ്, ശക്തമായ തിരിച്ചടി അത് കൂടുതൽ ശക്തമാക്കിയിരിക്കുകയാണ് ഇന്ത്യ. ഇപ്പോൾ ഉറി ഡാം ഒരു മുന്നറിയിപ്പും കൂടാതെയാണ് തുറന്നിരിക്കുന്നത്. ഈ പാക് അധീന കാശ്മീരിലെ വിവിധ മേഖലകളിൽ വെള്ളം കയറിയതായി നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട്. താഴ്ന്ന പ്രദേശങ്ങളൊക്കെ തന്നെ വെള്ളത്തിലായിരിക്കുകയാണ്. അതിൽ ഈ ഹട്ടിയൻബാല ജില്ലയിലെ വിവിധ മേഖലകളിലാണ് വെള്ളം കയറിയത്. നദീതീരങ്ങളിൽ താമസിച്ചിരിക്കുന്നവർ സുരക്ഷിതമായി മറ്റ് സ്ഥലങ്ങളിലേക്ക് മാറണമെന്ന് അവർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നു. തുടർന്ന് ആ മേഖലകളിലുള്ളവർ മറ്റിടങ്ങളിലേക്ക് മാറിയതായും റിപ്പോർട്ടുണ്ട്. ഒപ്പം തന്നെ ഈ കൃഷിയടക്കം ബാധിച്ചതായുള്ള ചില റിപ്പോർട്ടുകൾ കൂടി ഈ ഘട്ടത്തിൽ വരികയാണ്. കൊഹാല ഒപ്പം ധാൽക്കോട്ട് എന്നിവിടങ്ങളിലെ താഴ്ന്ന പ്രദേശങ്ങളിലും വെള്ളം കയറിയിട്ടുണ്ട്. ഈ പതിവിലും കൂടുതൽ ജലം ഉറി ഡാമിൽ തുറന്നുവിട്ടതാണ് ഈ വെള്ളപ്പൊക്കത്തിന് കാരണം എന്നാണ് ഇപ്പോൾ പാകിസ്ഥാൻ പറഞ്ഞിരിക്കുന്നത്. ഒരു മുന്നറിയിപ്പും കൂടാതെയാണ് ഇത്തരത്തിലേക്കുള്ള ഇന്ത്യയുടെ നീക്കമെന്നും സൂചിപ്പിച്ചിട്ടുണ്ട്. ഉന്മേഷ്. വിനീത, അതിനോടൊപ്പം തന്നെ ഈ പാക് പൗരന്മാർക്ക് ഇന്ത്യ അനുവദിച്ച വിസ കാലാവധി അതിന്ന് അവസാനിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ടല്ലോ. ഈ സംസ്ഥാനങ്ങൾക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം എത്രയും വേഗം ഇവരെ തിരിച്ചയക്കണം എന്നുള്ളതാണല്ലോ. അതിന്റെ വിശദാംശങ്ങൾ കൂടി വിനീത. തീർച്ചയായും ഉന്മേഷ്, ഈ പഹൽഗാം ഭീകരാക്രമണം ഉണ്ടായ പശ്ചാത്തലത്തിലാണ് ഈ പാകിസ്ഥാൻ പൗരന്മാർക്കുള്ള വിസ ഇന്ത്യ വെട്ടിക്കുറച്ചത്. ഇതിൽ ആദ്യഘട്ടത്തിൽ 72 മണിക്കൂറാണ് ഈ വിസ കാലാവധി അറിയിച്ചിട്ടുണ്ടായിരുന്നത്. ഇന്ന് അവസാനിക്കുകയാണ് ആ വിസ കാലാവധി. ഒപ്പം തന്നെ മറ്റു കടുത്ത നിയന്ത്രണത്തിലേക്കടക്കം ഇന്ത്യ പോകുന്നു. അതത് സംസ്ഥാനങ്ങളിലുള്ള പാകിസ്ഥാൻ പൗരന്മാരെ അവരുടെ പാകിസ്ഥാനിലേക്ക് തിരിച്ചയക്കാൻ സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ മെഡിക്കൽ വിസ കാലാവധി അടുത്ത 48 മണിക്കൂറിനകം അവസാനിക്കും. മെഡിക്കൽ വിസയിൽ ഉള്ളവരും തിരികെ നാടുകളിലേക്ക് മടങ്ങണമെന്നുള്ളത് തന്നെയാണ് നിർദ്ദേശം. ഇതിനോടകം പാകിസ്ഥാനിൽ നിന്ന് ഈ കഴിഞ്ഞ 3 ദിവസത്തിനകം വാഗ അതിർത്തിയിലൂടെ 450-ലധികം ഇന്ത്യക്കാർ തിരിച്ചെത്തിയതായും വിവരമുണ്ട്. ഈ മടങ്ങാത്ത പാകിസ്ഥാൻ പൗരന്മാരുടെ വിശദാംശങ്ങളടക്കം ശേഖരിച്ച് കൃത്യമായിട്ടുള്ള നടപടി സ്വീകരിക്കണമെന്നും സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നിർദ്ദേശം നൽകിയിരുന്നു. ഇന്നലെ തന്നെ ഗുജറാത്തിലും മറ്റ് സംസ്ഥാനങ്ങളിലും ഉൾപ്പെടെ ഇത് സംബന്ധിച്ചുകൊണ്ടുള്ള നടപടികൾ സ്വീകരിച്ചതായും അറിയാൻ കഴിയുന്നുണ്ട്. ഉന്മേഷ്. ബൽറാം നെടുങ്ങാട് കൂടി ഇപ്പോൾ ചേരുന്നുണ്ട്. ബൽറാം, ഈ ഭീകരർക്കായുള്ള തെരച്ചിൽ തുടരുന്നുണ്ടല്ലോ ഒരു ഭാഗത്ത്. എങ്ങനെയാണ് ഇപ്പോൾ സൈന്യത്തിന്റെയും സംയുക്ത സേനയുടെയും തെരച്ചിൽ? എന്തൊക്കെയാണ് അവിടെ നൽകാനുള്ള വിവരങ്ങൾ ബൽറാം? ഉന്മേഷ്, ഞാനിപ്പോൾ ഉള്ളത് പഹൽഗാമിലെ ബൈസരൻ കുന്നിലേക്ക്, ഈ ഭീകരാക്രമണം ഉണ്ടായ ബൈസരൻ വാലിയിലേക്ക് പോകുന്ന വഴിയിലാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ഈ വനമേഖല ഉൾപ്പെട്ട ഒരു പ്രദേശമാണ്. ചെങ്കുത്തായ കുന്നിൻ ചെരുവുകൾ, ഒപ്പം തന്നെ നദികൾ എന്നിവ ഉൾപ്പെടുന്നതാണ് ഈ പ്രദേശം. ഇവിടെ തെരച്ചിൽ, ഈ ഭീകരാക്രമണം നടന്ന് അടുത്ത മണിക്കൂറുകൾ മുതൽ തന്നെ തെരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോഴും ആ തെരച്ചിൽ ഊർജിതമായി തന്നെ പുരോഗമിക്കുകയാണ്. അതേസമയം തന്നെ കഴിഞ്ഞ ദിവസം കേന്ദ്ര സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട തെരച്ചിൽ, മറ്റ് ഓപ്പറേഷനുകൾ, അതിർത്തിയിലെ നീക്കങ്ങൾ എന്നിവയടക്കമുള്ള കാര്യങ്ങൾ സംബന്ധിച്ച് മാധ്യമങ്ങൾക്ക് മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കിയിട്ടുണ്ട്. ഈ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ പങ്കുവയ്ക്കുന്നത് ഈ ഓപ്പറേഷന്റെ നടപടികളെ പോലും ബാധിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വ്യാപകമായ ഒരു തെരച്ചിൽ ഈ മേഖലയിൽ നടക്കുന്നുണ്ട് എന്നതിനപ്പുറത്തേക്ക് ഏതെല്ലാം മേഖലകളിലാണ് എന്നതടക്കമുള്ള വിവരങ്ങൾ നമുക്ക് പങ്കുവയ്ക്കാൻ കഴിയില്ല. അതേസമയം ഈ കാശ്മീരിലെ ഏതാണ്ട് 8000-ത്തിലധികം ചതുരശ്ര കിലോമീറ്റർ വരുന്ന വനമേഖല, അവിടെ അരിച്ചുപെറുക്കിയുള്ള തെരച്ചിൽ തന്നെയാണ് ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഈ ആക്രമണത്തിന് പ്രാദേശിക സഹായം നൽകിയ ഭീകരർക്കെതിരായ നടപടികൾ കടുപ്പിക്കാനുള്ള ഒരു നിർദ്ദേശമാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നൽകിയിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം തന്നെ 6 ഭീകരവാദികളുടെ വീടുകൾ തകർത്തിരുന്നു പ്രാദേശിക ഭരണകൂടവും ഏജൻസികളും അടക്കമുള്ള സംഘം. ഈ 6 പേരും 6 ജില്ലകളിലുള്ള ഭീകരവാദികളുടെ വീടുകളാണ്. ഇവർ ലഷ്കർ ഇ തൊയ്ബയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന, പാകിസ്ഥാനിൽ പരിശീലനം നേടിയ, കൂടാതെ ഭീകരവാദ റിക്രൂട്ട്മെന്റ് ഉൾപ്പെടെ നടത്തുന്നതായി കൃത്യമായ തെളിവുകൾ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ഒരു നടപടി. ഈ ഒരു നടപടി തുടർന്ന് വരും ദിവസങ്ങളിലും തന്നെ തുടരാനാണ് ആഭ്യന്തര മന്ത്രാലയം നൽകിയിരിക്കുന്ന നിർദ്ദേശം. പ്രാദേശിക ഭീകരവാദത്തെ പൂർണ്ണമായും തുടച്ചു നീക്കാനുള്ള ഒരു നിർദ്ദേശമാണ് ആഭ്യന്തര മന്ത്രാലയം ഏജൻസികൾക്കും പ്രാദേശിക ഭരണകൂടത്തിനും നൽകിയിരിക്കുന്നത്. ഉന്മേഷ്. ശരി, ബൽറാം നെടുങ്ങാടിയാണ് പഹൽഗാമിൽ നിന്ന് തത്സമയം ചേർന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. കൊച്ചിയിൽ കഞ്ചാവുമായി 2 സിനിമാ സംവിധായകർ ഉൾപ്പെടെ 3 പേർ അറസ്റ്റിലായി എന്നതാണ് ഈ മണിക്കൂറിലെ പ്രധാനപ്പെട്ട വാർത്തകളിൽ ഒന്ന്. തല്ലുമാല സിനിമയുടെ സംവിധായകൻ ഖാലിദ് റഹ്മാൻ, തമാശ സിനിമയുടെ സംവിധായകൻ അഷ്റഫ് ഹംസ എന്നിവരാണ് കൊച്ചിയിലെ ഫ്ളാറ്റിൽ നിന്ന് പിടിയിലായത്. ഇവരിൽ നിന്ന് 1.6 ഗ്രാം കഞ്ചാവ് പിടികൂടി. 24 എക്സ്ക്ലൂസീവ്. വിവരം കിട്ടിയതിനെ തുടർന്ന് പരിശോധനയിൽ നമ്മുടെ എറണാകുളം ഗോശ്രീ പാർക്ക് സമീപമുള്ള പൂർവ്വ ഗ്രാൻഡ് ബേ എന്ന
ഫ്ലാറ്റിലെ 506 നമ്പർ ഫ്ലാറ്റിൽ നിന്നും 2 സിനിമാ സംവിധായകർ, അതായത് പേര് ഒരാൾ അഷ്റഫ്, പിന്നെ ഒരു ഖാലിദ് റഹ്മാൻ, പിന്നെ അവരുടെ സഹായി, ഈ 3 പേരെ നമ്മൾ കുറച്ച് കഞ്ചാവായിട്ട് കുടിയൊരു കേസെടുത്തിട്ടുണ്ട്. അപ്പം ഒരു വിവരം കിട്ടിയ പരിശോധനയിലാണ് ഈ കേസ് കിട്ടിയിരിക്കുന്നത്. പ്രതികളെ ഒരു സ്റ്റേഷൻ ജാമ്യം കിട്ടുന്ന കേസാണിത്. പക്ഷെ ഇതിന്റെ ഉറവിടം സംബന്ധിച്ച് കൂടുതൽ അന്വേഷണങ്ങൾ നടത്തേണ്ടതായിട്ടുണ്ട്. അത് വരുന്ന ദിവസങ്ങളിൽ ഞങ്ങൾ നടത്തുന്നതായിരിക്കും. ഇവര് കൃത്യമായിട്ട് കുറച്ച് നാളുകൊണ്ട് ഇത് യൂസ് ചെയ്യുന്നതാണ് നമുക്ക് അവരെ ചോദ്യം ചെയ്തതെന്നും മനസ്സിലാവുന്നു. സിനിമയുടെ ഡിസ്കഷനായിട്ടാണ് ഇവർ 3 പേര് പറഞ്ഞേക്കുന്നത്. ക്വാണ്ടിറ്റി 1.6 ഗ്രാമേ ഉള്ളൂ. റാഫി കരീമുണ്ട് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങളുമായി. റാഫി, ഇത് ചെറിയ അളവിലുള്ള കഞ്ചാവാണ്, എന്തുകൊണ്ട് ഇവരെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചിട്ടുണ്ട്. പക്ഷേ എവിടെ നിന്ന് വരുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ടതാണല്ലോ. ഇനി ആ നിലയ്ക്കായിരിക്കുമോ എക്സൈസിന്റെ അന്വേഷണം? മറ്റെന്തൊക്കെ വിവരങ്ങൾ നൽകുന്നുണ്ട് എക്സൈസ് ഇപ്പോൾ? റാഫി. ഉന്മേഷ്, തീർച്ചയായും ചെറിയ അളവിലുള്ള ഒരു കഞ്ചാവാണ്. അതായത് ഇവർ ഉപയോഗിക്കുന്നതിന് വേണ്ടി ഒരു ലഹരി മാഫിയയിൽ നിന്ന് കളക്ട് ചെയ്ത കഞ്ചാവാണ്. അത് അവിടെ നിന്ന് വാങ്ങിയ ഒരു കഞ്ചാവാണ്. അതായത് 1.6 ഗ്രാം കഞ്ചാവാണ് ഇവരിൽ നിന്ന് എക്സൈസ് സംഘത്തിന് ലഭിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള തുടർ അന്വേഷണം അതാണ് ഈ കേസിൽ ഏറ്റവും നിർണായകമായി ഉള്ളത്. കാരണം സിനിമാ മേഖലയിൽ ലഹരി ഉപയോഗം വ്യാപകമാണ് എന്നുള്ള തരത്തിൽ ആക്ഷേപങ്ങളുണ്ടായിരുന്നു, ആരോപണങ്ങളുണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പലതരത്തിലും ഈ കഴിഞ്ഞ മാസങ്ങളിലെല്ലാം തന്നെ സിനിമാ മേഖലയിൽ സിനിമാ താരങ്ങളെയും അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ടെക്നീഷ്യന്മാരെയും എല്ലാം അണിയറ പ്രവർത്തകരെയും എല്ലാം എക്സൈസും പോലീസും ലഹരിയുമായി പിടികൂടുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. അതിൻ്റെ ഏറ്റവും ഒടുവിൽ പിടികൂടിയിരിക്കുന്നത് ആ സിനിമാ മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 ആളുകളെയാണ്. സിനിമാ മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 ആളുകൾ എന്ന് പറയുമ്പോൾ സംവിധായകന്മാരായ 2 പേർ. അവർ ഏറ്റവും പ്രധാനപ്പെട്ട സിനിമകൾ സംവിധാനം ചെയ്ത ആലപ്പുഴ ജിംഖാന അടക്കമുള്ള സിനിമകൾ സംവിധാനം ചെയ്ത ഖാലിദ് റഹ്മാൻ, ഒപ്പം തന്നെ തമാശയും ഭീമന്റെ വഴിയും സംവിധാനം ചെയ്ത അഷ്റഫ് ഹംസ, ഇവർ 2 പേരുകളും സിനിമയിൽ നിലവിൽ സജീവമായി നിൽക്കുന്ന ആളുകളാണ്. പ്രമുഖരായ നടന്മാരോടൊപ്പം സിനിമ സംവിധാനം ചെയ്ത ആളുകളാണ്. പ്രമുഖരായ നടന്മാരോട് ഒപ്പം അഭിനയിച്ച ആൾ കൂടിയാണ് ഖാലിദ് റഹ്മാൻ. ഇത്തരത്തിൽ ഇവരിൽ നിന്ന് ലഹരി പിടികൂടുമ്പോൾ ഇവരിലേക്ക് ലഹരി എത്തിയ വഴിയാണ് എക്സൈസിന് ഇനി പ്രധാനപ്പെട്ട കാര്യം. കാരണം ചെറിയ അളവിലുള്ള ലഹരി ലഭിച്ചു എങ്കിൽ പോലും ഇവരിൽ നിന്ന് മൊഴിയെടുത്തപ്പോൾ എക്സൈസിന് കിട്ടിയ വിവരങ്ങൾ അതേറെ നിർണായകമാണ്. കാരണം വർഷങ്ങളായി ലഹരി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് എക്സൈസിനോട് ഇവർ പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. സിന്തറ്റിക് ലഹരികൾ ഇവർ ഉപയോഗിക്കുന്നില്ല എന്നുള്ളതും എക്സൈസിനോട് ഇവർ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഈ സിന്തറ്റിക് ലഹരി ഉപയോഗിക്കുന്നില്ല, കഞ്ചാവ് മാത്രമാണ് ഉപയോഗിക്കുന്നത് എന്നുള്ള അവരുടെ ആ മൊഴി അത് എക്സൈസ് വിശ്വാസത്തിലെടുത്തിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ടുള്ള തുടർ പരിശോധനകൾ, ഈ മൊഴിയുമായി ബന്ധപ്പെട്ട തുടർ പരിശോധനകൾ എക്സൈസ് നടത്തുന്നുണ്ട്. എന്നാൽ പോലും ഇവരിലേക്ക് ലഹരി എത്തിയ വഴി അതാണ് എക്സൈസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായ കാര്യം. കാരണം സിനിമാ മേഖലയിലേക്ക് എങ്ങനെ ലഹരി എത്തുന്നു, അല്ലെങ്കിൽ ഈ ലഹരി ഉപയോഗിക്കുന്ന ആളുകളിലേക്ക് ലഹരി എത്തുന്ന വഴി, അതിൻ്റെ ഉറവിടം, അത്തരം ഉറവിടങ്ങൾ നശിപ്പിക്കുന്നതിന്, ആ വഴികൾ നശിപ്പിക്കുന്നതിനാണ് എക്സൈസും പോലീസും ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. നേരത്തെ ആലപ്പുഴയിൽ നിന്ന് ലഹരിയുമായി പിടികൂടിയ തസ്ലീമ എന്ന യുവതി, അത് സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന ഒരാളാണ്. സിനിമാ മേഖലയിലെ പ്രമുഖരായ ആളുകൾക്ക് കഞ്ചാവ് വിതരണം, ലഹരി വിതരണം നടത്തിയിരുന്നു എന്ന് തസ്ലീമ മൊഴി നൽകിയിട്ടുണ്ട്. പല പ്രമുഖ പേരുകളും തസ്ലീമ എക്സൈസിനോടും പോലീസിനോടും പറഞ്ഞു കഴിഞ്ഞു. അതായത് ഈ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് ലഹരി എത്തിക്കുന്ന ഒരു പ്രധാന കണ്ണിയാണ് തസ്ലീമ. അതിനുശേഷം നടന്ന എക്സൈസിൻ്റെ നീക്കങ്ങൾ അത് ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ഈ തസ്ലീമ പറഞ്ഞ പല പേരുകളിലേക്കും പിന്നീട് എക്സൈസ് കടന്നു പോകുന്നത് കണ്ടു. അതിൽ പ്രധാനപ്പെട്ട ഒരു പേരായിരുന്നു ഷൈൻ ടോം ചാക്കോയുടേത്. ഷൈൻ ടോം ചാക്കോ ലഹരി ഉപയോഗിക്കുന്നു എന്നുള്ള വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ എക്സൈസ് പരിശോധന നടത്തുമ്പോൾ അവിടെ ഷൈൻ ടോം ചാക്കോ ഒരു 2ാം നിലയിൽ നിന്ന് ജനൽ വഴി എടുത്തു ചാടി രക്ഷപ്പെട്ട് ഓടിപ്പോകുന്നതിൻ്റെ ദൃശ്യങ്ങൾ നേരത്തെ 24 നൽകിയിരുന്നു. അതിനുശേഷം അതുമായി ബന്ധപ്പെട്ട് ഷൈൻ ടോം ചാക്കോയുടെ മൊഴിയെടുക്കുകയും അറസ്റ്റ് ചെയ്യുകയും ജാമ്യത്തിൽ വിടുകയും ചെയ്തു. അതിനുശേഷമാണ് ഇത്തരത്തിലൊരു രഹസ്യ വിവരം ഇതുമായി ബന്ധപ്പെട്ട്, ലഹരിയുമായി ബന്ധപ്പെട്ട് എക്സൈസിന് ലഭിക്കുന്നത്. എറണാകുളത്തെ ഗോശ്രീ പാലത്തിന് സമീപമുള്ള മറൈൻ ഡ്രൈവിലുള്ള ഫ്ളാറ്റിൽ സംവിധായകനും സിനിമോട്ടോഗ്രാഫറുമായ സമീർ താഹിറിൻ്റെ ഫ്ളാറ്റിൽ ലഹരി ഉപയോഗം നടക്കുന്നു എന്നുള്ള വിവരം എക്സൈസിന് ലഭിക്കുകയും രാത്രി 1 മണിയോടെ എക്സൈസ് ഈ ഫ്ളാറ്റിലെത്തി പരിശോധന നടത്തുകയും ചെയ്തത്. ഈ പരിശോധനയിലാണ് 2 പേരിൽ നിന്ന്, സിനിമാ സംവിധായകന്മാരായ ഖാലിദ് റഹ്മാനിൽ നിന്നും അഷ്റഫ് ഹംസയിൽ നിന്നും 1.6 ഗ്രാം കഞ്ചാവ് എക്സൈസിന് കിട്ടുന്നതും. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള മൊഴികൾ, ഇവരുടെ മൊഴിയാണ് എക്സൈസിന് ഏറ്റവും നിർണായകം. തുടർ അന്വേഷണത്തിൽ വരിക, ആരാണ് ഇവർക്ക് കഞ്ചാവ് എത്തിച്ചത്, എവിടെ നിന്നാണ് ഇവർക്ക് കഞ്ചാവ് എത്തുന്നത്, കഞ്ചാവ് കൂടാതെ മറ്റു ലഹരി വസ്തുക്കൾ ഇവർ ഉപയോഗിക്കുന്നുണ്ടോ, ഏതെങ്കിലും തരത്തിൽ ഇടപാടുകാരുമായി മറ്റു ബന്ധങ്ങൾ ഇവർക്കുണ്ടോ എന്നുള്ള പരിശോധനകളാണ് ഇനി എക്സൈസ് നടത്തുക. ശരി, റാഫി കരീമാണ് കൊച്ചിയിൽ നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.
ദീപ്തയോർമ്മയായി ഫ്രാൻസിസ് മാർപ്പാപ്പ മാറുമ്പോൾ പുതിയ ഇടയനെ തിരഞ്ഞെടുക്കാനുള്ള നടപടിക്രമങ്ങളിലേക്ക് കടക്കുകയാണ് കത്തോലിക്ക സഭ. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വേർപാടിനെ തുടർന്നുള്ള 9 ദിവസത്തെ ദുഃഖാചരണത്തിന് ശേഷം കോൺക്ലേവ് വിളിച്ചു ചേർത്താണ് പുതിയ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുക. അതുവരെ കർദിനാൾ സംഘത്തിന്റെ തലവനും സഹ കർദിനാൾമാരും സഭയുടെ ദൈനംദിന ചുമതലകൾ നിർവഹിക്കും. ഹൃദയങ്ങളെ തൊട്ടറിഞ്ഞ പാപ്പ നിർമ്മിച്ചത് പാലങ്ങളായിരുന്നു, മതിലുകളായിരുന്നില്ല. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സംസ്കാര ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകിയ കർദിനാൾ സംഘത്തിന്റെ തലവൻ ജിയോവാനി ബാറ്റിസ്റ്ററയുടെ വാക്കുകളാണിത്. ആഗോള കത്തോലിക്ക സഭയ്ക്കും ലോകത്തിനും ഇനി ഫ്രാൻസിസ് പാപ്പ വഴിവെളിച്ചത്തിനുള്ള ചരിത്രപാഠമാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് ശേഷം ആര് നയിക്കണമെന്ന ചർച്ചകളിലേക്കും നടപടിക്രമങ്ങളിലേക്കും കത്തോലിക്ക സഭ കടക്കുകയാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വേർപാടിനെ തുടർന്നുള്ള 9 ദിവസത്തെ ദുഃഖാചരണം ആരംഭിച്ചു. നോവം ഡിയേൽസ് എന്നാണ് ഇതറിയപ്പെടുന്നത്. ഇതിന് ശേഷമാകും പുതിയ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കാൻ കർദിനാൾമാരുടെ കോൺക്ലേവ്. ഇതിനുള്ള തീയതി ദിവസങ്ങൾക്കുള്ളിൽ വത്തിക്കാൻ അറിയിക്കും. 252 കർദിനാൾമാരിൽ 80 വയസ്സിൽ താഴെയുള്ളവർക്കാണ് പുതിയ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കാനുള്ള വോട്ടവകാശം. സീറോമലങ്കര സഭാധ്യക്ഷൻ മേജർ ആർച്ച് ബിഷപ്പ് ബസേലിയോസ് മാർ ക്ലിമിസും മാർ ജോർജ് കൂവക്കാടും ഉൾപ്പെടെ 138 കർദിനാൾമാർ ചേർന്നാണ് മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുക. അതീവ രഹസ്യമായി സിസ്റ്റൈൻ ചാപ്പലിലാണ് ഇതിനായുള്ള യോഗം ചേരുക. പോപ്പെന്നാൽ കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനും വത്തിക്കാൻ രാഷ്ട്രത്തിന്റെ തലവനും റോം രൂപതയുടെ ബിഷപ്പുമാണ്. കർദിനാൾ സംഘത്തിന്റെ തലവനും സഹ കർദിനാൾമാരുമാണ് നടപടിക്രമങ്ങൾക്ക് നേതൃത്വം നൽകുക. കർദിനാൾ ജോർജ് കൂവക്കാടിന് കോൺക്ലേവിന്റെ നിർണായക ചുമതലകൾ ഇതിനോടകം നൽകിയിട്ടുണ്ട്. സഭയ്ക്കുള്ളിൽ പുതിയ മാർപ്പാപ്പ ആരാകും എന്നതിനെ സംബന്ധിച്ചുള്ള ചർച്ചകളും സജീവമായി. ഇന്റർനാഷണൽ ഡെസ്ക് 24. കോട്ടയം തിരുവാതിക്കലിൽ കൊല്ലപ്പെട്ട ഇന്ദ്രപ്രസ്ഥം ഓഡിറ്റോറിയം ഉടമ TK വിജയകുമാർ, ഭാര്യ ഡോക്ടർ മീര വിജയകുമാർ എന്നിവരുടെ സംസ്കാരം ഇന്ന് നടക്കും. ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് തിരുവാതിക്കലിലെ വീട്ടുവളപ്പിലാണ് സംസ്കാരം. മകൾ വിദേശത്തായതുകൊണ്ടാണ് സംസ്കാരം ഇന്നത്തേക്ക് മാറ്റിയത്. കഴിഞ്ഞ ദിവസം ഇവർ വിദേശത്ത് നിന്ന് നാട്ടിലെത്തിയിരുന്നു. രാവിലെ 8 മണി മുതൽ ഇന്ദ്രപ്രസ്ഥം ഓഡിറ്റോറിയത്തിൽ പൊതുദർശനമുണ്ടാകും. തുടർന്ന് വീട്ടിലേക്ക് മൃതദേഹം കൊണ്ടുപോകും. കോൺഗ്രസിന്റെ ഭരണഘടനാ സംരക്ഷണ റാലിക്ക് ഇന്ന് തുടക്കമാവുകയാണ്. BJP സർക്കാർ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നു എന്നാരോപിച്ചാണ് റാലി. ജില്ലാ കമ്മിറ്റികളുടെയും PCCകളുടെയും നേതൃത്വത്തിൽ ഈ മാസം 30 വരെ നിയോജക മണ്ഡലങ്ങളിലും ജില്ലാ തലങ്ങളിലും റാലികൾ സംഘടിപ്പിക്കും. ED നടപടിക്കെതിരെ രാജ്യത്ത് 40 ഇടങ്ങളിൽ വാർത്താ സമ്മേളനം നടത്താനും കോൺഗ്രസ് തീരുമാനമുണ്ട്. സോണിയാഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും പ്രതി ചേർത്ത നാഷണൽ ഹെറാൾഡ് കേസ് ഉൾപ്പെടെ രാഷ്ട്രീയ പ്രേരിതം എന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. ഭരണഘടനാ സംരക്ഷണ റാലി ഈ മാസം 25-ന് തുടങ്ങാൻ ആയിരുന്നു ആദ്യം തീരുമാനിച്ചിരുന്നതെങ്കിലും പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് മാറ്റുകയായിരുന്നു. കോട്ടയത്ത് പോക്സോ കേസിൽ 47 വർഷം ശിക്ഷ വിധിച്ച് അതിവേഗ കോടതി. വൈക്കം വെള്ളൂർ സ്വദേശി സിജോ മോനെയാണ് കോടതി ശിക്ഷിച്ചത്. 2024 ഓഗസ്റ്റ് മാസത്തിൽ അയർക്കുന്നം പോലീസ് സ്റ്റേഷൻ രജിസ്റ്റർ ചെയ്ത കേസിലാണ് വിധി. കോട്ടയം പ്രത്യേക അതിവേഗ കോടതി ജഡ്ജ് V സതീഷ് കുമാറാണ് ശിക്ഷ വിധിച്ചത്. 47 വർഷം തടവും 30,000 രൂപ പിഴയുമാണ് ശിക്ഷ. യുക്രൈനിലെ ജനവാസ മേഖലകളിൽ നടത്തിയ ആക്രമണങ്ങളിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനെ വിമർശിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. യുദ്ധം നിർത്താൻ പുടിൻ ആഗ്രഹിക്കുന്നില്ല എന്നായിരുന്നു ട്രംപിന്റെ പോസ്റ്റ്. യുക്രൈൻ പ്രസിഡന്റ് വൊളോദിമിർ സെലൻസ്കിയുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയായിരുന്നു വിമർശനം. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സംസ്കാര ചടങ്ങിന് മുൻപ് സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിലായിരുന്നു കൂടിക്കാഴ്ച. സെലൻസ്കിയുമായുള്ള 15 മിനിറ്റ് കൂടിക്കാഴ്ച ക്രിയാത്മകമായിരുന്നുവെന്ന് വൈറ്റ് ഹൌസ് പ്രതികരിച്ചു. കാലടി സംസ്കൃത സർവകലാശാലയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ ഉയർന്ന ഫ്ലക്സ് ബോർഡിൽ അന്വേഷണം ആരംഭിച്ചു പോലീസ്. ഫ്ലക്സ് ബോർഡ് സ്ഥാപിച്ചവരെ കണ്ടെത്താനാണ് പോലീസിന്റെ നീക്കം. നാളെ ആരംഭിക്കാനിരിക്കുന്ന സർവകലാശാല കലോത്സവത്തിന്റെ പ്രചരണാർത്ഥം SFI ആണ് ഫ്ലക്സ് സ്ഥാപിച്ചത് എന്നാണ് BJPയുടെ ആരോപണം. എന്നാൽ ഫ്ലക്സുമായി ബന്ധമില്ലെന്ന് SFIയും സർവകലാശാല യൂണിയനും വ്യക്തമാക്കി. സംഭവത്തിൽ ഇന്നലെ സർവകലാശാലയിലേക്ക് BJP നടത്തിയ മാർച്ച് അക്രമാസക്തമായിരുന്നു. നാളെ കലോത്സവം ആരംഭിക്കാനിരിക്കെ സർവകലാശാലയ്ക്ക് പോലീസ് സംരക്ഷണം നൽകും. തുടർ പ്രതിഷേധങ്ങൾ ഉണ്ടാകുമെന്ന സൂചനയുടെ അടിസ്ഥാനത്തിലാണ് പോലീസിന്റെ സുരക്ഷ. നിലവിൽ കലാപാഹ്വാനത്തിന് കേസെടുത്തിട്ടുണ്ട്. ഭാഗ്യശാലികളായി തിരഞ്ഞെടുത്ത പ്രേക്ഷകർക്കായി 24 സംഘടിപ്പിക്കുന്ന സിംഗപ്പൂർ യാത്ര തുടരുന്നു. ആഡംബര ക്രൂയിസ് യാത്രയാണ് 2ാം ദിനത്തിലെ പ്രധാന ആകർഷണം. വെനീസ് റോയൽ ടൂർസുമായി സഹകരിച്ചാണ് SKN40യുടെ ഭാഗമായി 4 ദിവസം നീണ്ടു നിൽക്കുന്ന യാത്ര.
സിംഗപ്പൂർ എന്ന പേര് അർത്ഥവത്താക്കുന്ന സിംഹപ്രതിമ, മാനമുട്ടി നിൽക്കുന്ന ബഹുനില കെട്ടിടങ്ങൾ, സിംഗപ്പൂരിനെ ഒറ്റനോട്ടത്തിൽ കാണാൻ കഴിയുന്ന ഫ്ലയർ 360, വിക്ടോറിയ ഹാൾ, പാർലമെന്റ് മന്ദിരം, സുപ്രീം കോടതി സമുച്ചയം, ഇങ്ങനെ നീളുന്നു ആദ്യ ദിനത്തിലെ കാഴ്ചകൾ. Properties that behind me, where you will see a ship with 3 buildings supporting it, that is actually known as the Marina Bay Integrated Resorts. So it's actually Singapore's first integrated resorts that it actually has MICE exhibitions, have hotels, have restaurants, even have bars and theatres and retails all inside. It's the most iconic place at the moment in Singapore. സിംഗപ്പൂർ നഗരത്തിലെ ഏറ്റവും വലിയ ആകർഷകമായ പക്ഷി സങ്കേത കേന്ദ്രമാണ് ഇന്ന് ആദ്യം സന്ദർശിക്കുക. പിന്നീട് ആഡംബര ക്രൂയിസിലേക്ക് പ്രവേശിക്കും. നടുക്കടലിലെ 2 ദിനം യാത്രക്കാർക്ക് മികച്ച അനുഭവമാകും നൽകുക എന്നാണ് ബിനിസ് റോയൽസ് ടൂർസ് പറയുന്നത്. SKN 40 യാത്രക്കിടെ തിരഞ്ഞെടുക്കപ്പെട്ട 13 ഭാഗ്യശാലികളാണ് 4 ദിവസം നീണ്ടു നിൽക്കുന്ന യാത്രയുടെ ഭാഗമാകുന്നത്. വലിപ്പം കൊണ്ട് സിംഗപ്പൂർ ഒരു ചെറിയ രാജ്യമാണെങ്കിലും ഇവിടുത്തെ കാഴ്ചകൾ അതിശയിപ്പിക്കുന്നതാണ്. ക്രൂയിസ് യാത്ര ഉൾപ്പെടെ 24ന്റെ ഭാഗ്യശാലികളായ പ്രേക്ഷകരെ കാത്തിരിക്കുന്നത് ഇന്നും അതിശയിപ്പിക്കുന്ന കാഴ്ചകളാണ്. രാഹുൽ സുരേഷ്, 24 സിംഗപ്പൂർ. ഹൃദയ സംബന്ധമായ അസുഖം ബാധിച്ച 3.5 വയസ്സുകാരിക്ക് നടൻ മമ്മൂട്ടിയുടെ കൈത്താങ്ങ്. മലപ്പുറം തിരൂർക്കാട് സ്വദേശി അലിയുടെ മകൾ നിദ ഫാത്തിമയ്ക്കാണ് മമ്മൂട്ടി രക്ഷാധികാരിയായ കെയർ ആൻഡ് ഷെയറിലൂടെ ചികിത്സ ലഭിച്ചത്. മമ്മൂക്കിയെ നേരിൽ കാണണമെന്നാണ് ആഗ്രഹമെന്ന് നിദ പറഞ്ഞു. വിപിൻ സി വിജയൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കൊച്ചുമിടുക്കി നിദ ഫാത്തിമയുടെ കൂടെയാണ് ഞാനുള്ളത്. ആളിപ്പോൾ സന്തോഷത്തിലാണ്. പക്ഷേ കഴിഞ്ഞ കാലങ്ങൾ അത് വേദനയുടേതായിരുന്നു. ഹൃദയ സംബന്ധമായ അസുഖം കാരണം ജനിച്ചതു മുതൽ തന്നെ വലിയ വിഷമത്തിലായിരുന്നു. അപ്പോൾ 4 വയസ്സിനുള്ളിൽ ചെയ്തു തീർക്കേണ്ട ഒരു ശസ്ത്രക്രിയ ഉണ്ടായിരുന്നു. അതിനെങ്ങനെ പണം കണ്ടെത്തും? ഏകദേശം ഒരു 7 ലക്ഷത്തിന് മുകളിൽ ചെലവ് വരുന്ന ഒരു ചികിത്സയായിരുന്നു. അതിനെങ്ങനെ പണം കണ്ടെത്തുന്നു എന്നറിയാതെ ഈ തിരൂർക്കാടുള്ളവരുടെ കുടുംബം വലിയ വിഷമത്തിലൊക്കെ ആയിരുന്നു. അപ്പോൾ ഈ ഘട്ടത്തിലാണ് മലയാളത്തിന്റെ മഹാനടൻ മമ്മൂട്ടി ഒരു സഹായമായി എത്തുന്നത്. ഇവിടെ നിന്നും അദ്ദേഹത്തിന്റെ കടുത്ത ആരാധകനായിട്ടുള്ള ജസീർ ഈ വിവരം മമ്മൂട്ടിയെ അറിയിക്കുകയും അദ്ദേഹത്തിന്റെ കെയർ ആൻഡ് ഷെയർ എന്നുള്ള പദ്ധതിയിലൂടെ ആ കുട്ടിക്ക് എല്ലാ ചികിത്സയും നൽകുകയൊക്കെ ചെയ്തിരിക്കുകയാണ്. മമ്മൂട്ടിയുടെ അവിടെ നിന്നും അവരുടെ ആളുകൾ കൊടുത്തിട്ടുള്ള ഒരു ബൊക്കെയാണ് കയ്യിലുള്ളത്. സ്നേഹപൂർവ്വം മമ്മൂട്ടി എന്ന് എഴുതിയിട്ടുള്ള ഒരു കാർഡോട് കൂടിയാണ് ഈ ബൊക്കെ ആശുപത്രിയിൽ നിന്ന് മോൾക്ക് സമ്മാനിച്ചത്. ആരാ തന്നെ? മമ്മൂക്കയോ? മമ്മൂക്കനെ കാണണമെന്ന് ആഗ്രഹമുണ്ടോ? കണ്ടിട്ടുണ്ടോ ഇതുവരെ? അസുഖമൊക്കെ മാറിയില്ലേ? അത് വേഗം മാറും. ജസീർ കൂടെ ചേരുന്നുണ്ട്. ജസീറാണ് ഈ വിവരം. അദ്ദേഹം ഒരു കടുത്ത ആരാധകൻ കൂടിയാണ് മമ്മൂട്ടിയുടെ. അപ്പോൾ നമസ്കാരം. എന്താണപ്പോൾ എങ്ങനെയാണ് അദ്ദേഹത്തെ അറിയിച്ചത് ഇങ്ങനൊരു ചികിത്സ വേണമെന്നുള്ളൊരു ആവശ്യമൊക്കെ? കുട്ടിയുടെ ട്രീറ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ട് ഇവിടുന്ന് പിന്നെ കുട്ടിയുടെ ഉപ്പ എനിക്ക് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ തന്നു, വാട്സപ്പിൽ അയച്ചു തന്നു. അപ്പോൾ ഞാൻ സത്യം പറഞ്ഞത് കിട്ടിയപ്പോൾ എനിക്കത് എന്താ ചെയ്യേണ്ടതെന്നൊരു വലിയ ഐഡിയ ഒന്നുമില്ല. മമ്മൂക്കാക്ക് സാധാരണ സിനിമകൾ വരുന്ന സമയത്ത് മെസ്സേജുകൾ അയക്കാറുണ്ട്. അതിനൊന്നും എനിക്ക് റിപ്ലൈ ഒന്നും കിട്ടാറില്ല. പിന്നെ ഇത് 3.5 വയസ്സായ ഒരു കുട്ടി എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഒരു പ്രതീക്ഷയായിരുന്നു മമ്മൂക്കാക്ക് ഇത് അയച്ചു വെച്ച് കഴിഞ്ഞാൽ മമ്മൂക്കാൻ്റെ അത് സ്വീകരിക്കുന്നുള്ളത്. ആ പ്രതീക്ഷ സത്യം പറഞ്ഞാൽ തെറ്റിയില്ല. ഞാനത് അയച്ചു കൊടുത്തപ്പോഴും സാധാരണ കാണുന്ന പോലെ തന്നെ 2 ടിക്കിൽ അത് നിന്നു. പിന്നെ ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ കെയർ ആൻഡ് ഷെയറിൽ നിന്ന് എനിക്ക് കോൾ വരാ ചെയ്തത്. വന്നിട്ട് എന്നോട് പറഞ്ഞു ഇങ്ങനെ നിങ്ങൾ മമ്മൂക്കാക്ക് അയച്ചു കൊടുത്തിരുന്ന ആ ഡീറ്റെയിൽ നോക്കി, അപ്പോൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ നിങ്ങൾ അന്വേഷിച്ചിട്ട് അത് കെയർ ആൻഡ് ഷെയറിന് ഷെയർ ചെയ്യണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വീട്ടിൽ വന്ന കുട്ടിൻ്റെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് അതിൻ്റെ കറക്റ്റ് കാര്യങ്ങൾ ഞാൻ അയച്ചു കൊടുത്തു. അതിനുശേഷം രാജഗിരി ഹോസ്പിറ്റലിൽ ചെന്ന് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു സംഭവം മമ്മൂക്കയുടെ ആരാധകൻ എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് ഇങ്ങനൊരു ആവശ്യം മമ്മൂക്കയോട് ആദ്യമായിട്ട് ഞാൻ പറയുകയും അത് അദ്ദേഹം ഏറ്റെടുക്കുകയും ചെയ്തു. അതെ, തീർച്ചയായിട്ടും നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു സംഭവമാണ്. അപ്പോൾ അത് മോൾക്ക് വേണ്ടി ചെയ്തു എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു അഭിമാനമായിട്ടാണ് ഞാൻ കാണുന്നത്. വലിയ സന്തോഷത്തിലാണ്. ഇതാ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നു നിദ ഫാത്തിമ. അതിനെ ഇനി എത്രയും വേഗം മമ്മൂക്കയെ കാണണമെന്നൊരു ആഗ്രഹം കൂടിയാണ് ഈ കുടുംബം ഇപ്പോൾ പങ്കുവയ്ക്കുന്നത്. അർഷക്കിനൊപ്പം വിപിൻ സി വിജയൻ, 24 മലപ്പുറം. കോഴിക്കോട് മായനാട് സ്വദേശി യുവാവിനെ മർദ്ദിച്ച് കൊലപ്പെടുത്തി. 20-കാരനായ സൂരജാണ് കൊല്ലപ്പെട്ടത്. 3 പ്രതികൾ ഇപ്പോൾ കസ്റ്റഡിയിലുണ്ട്. അഭിജിത്ത് മുഴക്കുന്ന സംഭവ സ്ഥലത്ത് നിന്ന് തത്സമയം ഇപ്പോൾ ചേരുന്നുണ്ട്. അഭിജിത്ത്, എന്തൊക്കെ വിവരങ്ങളാണ് ലഭ്യമാകുന്ന ഈ സംഭവവുമായി ബന്ധപ്പെട്ട? അഭിജിത്ത്, ഉന്മേഷ്, ഇന്നലെ രാത്രിയോടെയാണ് ഈ സംഭവം ഉണ്ടായത്. ഏതാണ്ട് 11:30 മണി സമയത്താണ് ഈ 20-കാരനായ സൂരജിനെ ഒരു സംഘം മർദ്ദിച്ചു കൊലപ്പെടുത്തിയിട്ടുള്ളത്. മറ്റേതെങ്കിലും വ്യക്തി വൈരാഗ്യമാണോ, മുൻപുണ്ടായ ഏതെങ്കിലും വൈരാഗ്യത്തിന്റെ ഭാഗമായാണോ ഇങ്ങനെ ഒരു സംഘർഷം നടന്നത് എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴൊരു വ്യക്തതയില്ല. നമുക്കൊപ്പം ഇപ്പോൾ സൂരജിന്റെ ബന്ധു ചേരുന്നുണ്ട്. ചേട്ടാ, നമുക്ക് എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നു?
പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മളോട് പേര് എന്തോ കോളേജ് സംബന്ധമായിട്ട് കോളേജിൽ നിന്ന് എന്തോ പ്രശ്നം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് നമ്മൾ അറിയുന്നത് ഇന്നലെ രാത്രിയാണ്. ഇന്നലെ ഈ സംഭവം ഞാൻ കാഷ്വാലിറ്റി പോകുന്ന നേരത്തെ ഞാൻ ഈ വിവരങ്ങൾ അറിഞ്ഞത് കോളേജിൽ നിന്നുള്ള എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്ന്. ഏത് കോളേജ് എന്ത് കോളേജ് എനിക്കറിയില്ല. കോളേജ് എന്ന് പറഞ്ഞാൽ ഞാൻ വിദ്യാഭ്യാസ മെഡിക്കൽ കോളേജിലുള്ള. പിന്നെ ഇപ്പം കോളേജിൽ പഠിക്കുന്ന ഇപ്പം +2 കഴിഞ്ഞാലേ. +2 കഴിഞ്ഞിട്ട് ഇപ്പം മെക്കാനിക്കലിലായിട്ട് ഇപ്പം മറ്റേ മലാപ്പറമ്പ് ഒരു ഷോപ്പ് പോകുന്നുണ്ട്, മഹീന്ദ്രന്റെ ഒരു ഷോപ്പ് പോകുന്നുണ്ട്. ആ വിവരം ഞാൻ അറിഞ്ഞിട്ടുള്ളൂ. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇവന്റെ ഈ കുട്ടീന്റെ ഈ മർദ്ദിച്ച അവര് അച്ഛനും 2 മക്കളും മർദ്ദിച്ചു. പിന്നെ അവര് രണ്ടാമത് ഒക്കെ സോൾവ് ആക്കിയിട്ട് ഇവര് പോകുന്നുണ്ട് അവരെ കൂടെ ഉള്ള ആൾക്കാർ പറഞ്ഞു. ആ സോൾവ് ആക്കിയതിന്റെ ശേഷം രണ്ടാമത് വിളിച്ചു നമുക്ക് സോൾവ് ആക്കാം, ഇനി പ്രശ്നം ഉണ്ടാക്കണ്ട, സോൾവ് ആക്കാന്ന് പറഞ്ഞു രണ്ടാമത് വിളിച്ചിട്ട് ഇവര് മർദ്ദിച്ച കൂട്ടം കൂടി. അപ്പോഴേക്ക് ഇവര് ഫോണിലൊക്കെ ആരൊക്കെയോ വിളിച്ചിരുന്നു. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ 10-20ഓളം പേരാ 20ഓളം പേര് ചേർന്നിട്ടാ മർദ്ദിച്ചു ഈ പയ്യനെ. ഇന്നലെ ഇപ്പൊ ഇവിടെ ഉത്സവമായിരുന്നു, ഉത്സവത്തിന്റെ ഭാഗമായിട്ട്. അതെ, തിരുത്തുകാവിൽ ഉത്സവമായിരുന്നു. അത് ഉത്സവ സംബന്ധമായിട്ടുള്ള സംഭവം. പക്ഷെ അവർക്ക് ഈ ഉത്സവമായതുകൊണ്ട് അവർക്കൊരു സോങ് കിട്ടി. കാരണം വെച്ചാല് ഒരു സമയം കിട്ടി, ഒന്നിച്ച് ഒത്തുചേരുന്ന സംഭവമല്ലേ. അന്നേരം പേര് കൽപ്പിച്ചു വിട്ട് അത് ചെയ്ത സംഭവം തന്നെ. ഏതായാലും ഉന്മേഷ്, നിലവിൽ ഇപ്പോൾ ഈ പ്രദേശത്ത് നാട്ടുകാരൊക്കെ തന്നെ ചേർന്നിട്ടുണ്ട്. നാട്ടുകാരിപ്പോൾ ഈ റോഡ് ഉപരോധിക്കുന്നത് അടക്കമുള്ള നടപടികളിലേക്ക് ഇതിന്റെ ഒരു പ്രതിഷേധം, ഇങ്ങനെ ഒരു യുവാവിനെ മർദ്ദിച്ച് കൊലപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട ഒരു പ്രതിഷേധം നാട്ടുകാർ ഇവിടെ രേഖപ്പെടുത്തുന്നുണ്ട്. ചേട്ടാ, എന്താ ഇങ്ങനെ ഈ റോഡിൽ നിൽക്കാനുള്ള കാരണം? ഞങ്ങൾ നിൽക്കാനുള്ള കാരണം വെച്ചാൽ നമ്മളൊരു സുഹൃത്തിനെ ഇവിടെ കുറച്ച് സംഘങ്ങൾ ചേർന്നിട്ട് ആക്രമിച്ച് മർദ്ദിച്ച് കൊലപ്പെടുത്തിയത്. അപ്പോൾ അത് എന്തുകൊണ്ടാണ് അത് തെളിയിക്കണം. അത് തീർച്ചയായിട്ടും പോലീസിന്റെ ഭാഗത്തുനിന്നോ ബാക്കിയുള്ള അധികാരികളുടെ ഭാഗത്തുനിന്നോ ഇതുവരെ തീരുമാനം ഞങ്ങൾക്ക് കിട്ടിയില്ല. അത് കിട്ടുന്നവരെ ഞങ്ങൾ ഈ സമരം തുടരും. ശരിക്കും എന്താണ് ഇന്നലെ സംഭവിച്ചത്? ഒരു സംഘം ചേർന്നിട്ടാണോ സൂരജിനെ മർദ്ദിച്ചത്? സംഘം ചേർന്ന് മർദ്ദിച്ചിട്ട് അയാളെ കൊലപ്പെടുത്തിയാണ്. കൊലപാതകം തന്നെയാണത്. ഒരിക്കലും അത് ആത്മഹത്യയല്ല, കൊലപാതകം തന്നെയാണ്. അതിന് വ്യക്തമായ തീരുമാനം പോലീസിന്റെ ഭാഗത്തുനിന്നോ മാന്യമായ ഇടപാടുന്ന വ്യക്തമായ ആൾക്കാരുടെ ഭാഗത്തുനിന്നോ ഒരു തീരുമാനം കിട്ടുന്നവരെ ഞങ്ങൾ ഈ സമരം തുടരും. ഞങ്ങൾക്ക് മാന്യമായ തീരുമാനം ഇതുവരെ കിട്ടിയിരിക്കണം. ഏതായാലും ഉന്മേഷ്, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇന്നലെ രാത്രി 11:30 മണിയോടടുപ്പിച്ചാണ് ഈ പാലക്കോട്ട് വയൽ എന്ന സ്ഥലത്ത്, അതായത് ചേവായൂർ സ്റ്റേഷൻ പരിധിയിലെ പാലക്കോട്ട് വയൽ എന്ന സ്ഥലത്ത് ഈ ഒരു സംഭവം ഉണ്ടായത്. അങ്ങനെയാണ് ഈ യുവാവ് ഒരു മർദ്ദനത്തിൽ കൊല്ലപ്പെടുന്നത്. നിലവിൽ ഇപ്പോൾ ഇവിടെ ചേവായൂർ CI ഉൾപ്പെടെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ ഈ ഏരിയ ആണ് ഇത് NDMA ഇതൊക്കെ ആയിട്ടുള്ള ആ ചക്കന ഇറങ്ങിയ ചക്കന ഞങ്ങൾ കുറച്ച് പോയത്. ഇത് 1 മാസം ജയിലിൽ കടന്ന് കുന്നാത്തും പിടിച്ച ചക്കനാണ്. ഓന്റെ ടീം ഞങ്ങൾ വന്ന് കുറച്ച് ഇന്നതാ സാറേ എന്റെ തല കടിച്ചു കണ്ട് അല്ല സാക്ഷ്യല്ല, മൊത്തം ടീമിനെ പൊക്കണോ? ഞങ്ങളുണ്ട്, ഞങ്ങൾ 100-120 ആളുണ്ട്. നിങ്ങൾക്ക് ആളെ കാണിച്ചരാ, നിങ്ങൾക്ക് ആളെ കാണിച്ചരാ. ഞങ്ങൾ ആളെ കാണിച്ചരാ. എന്താരോ ഈ കേസല്ലോ സാറേ, ഇതില് വേറെ വിഷയമുണ്ട്. സാറിന് ഞാൻ കാണിച്ചു തരുന്നേരോ. ഈ പോലീസിലുണ്ട് ആളുകൾക്ക് ഇവർ ചോർത്ത് കൊടുക്കാൻ. എന്ത് ലിഗേഷ് പറഞ്ഞാൽ വെച്ചാൽ ലിഗേഷിനെ ചോർത്ത് കൊടുക്കാൻ പോലീസുകാരുണ്ട്. ഇല്ല എന്ന് പറയാൻ പറ്റില്ല, എനിക്കറിയാം. ഈ പോലീസ് അല്ല, എന്നിട്ട് ഓലെന്താ ചെയ്യാ? ഈ മയക്കുമരുന്ന് ഒരു വെള്ളടിച്ചോനോ ഇതൊക്കെ ഉന്മേഷ്, ഏതായാലും ഈ നാട്ടുകാരുടെ വലിയൊരു പ്രതിഷേധമുണ്ട്. ഈ പ്രതികളെ പിടികൂടണം എന്നതടക്കമുള്ള കാര്യങ്ങൾ ആവശ്യം അവർ മുന്നോട്ട് വയ്ക്കുന്നു. പോലീസിനോട് അക്കാര്യം സൂചിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഷാഹിദ് രാജി തുറമുഖത്തുണ്ടായ തീപിടുത്തത്തിൽ മരണം 14ആയി. 750 പേർക്ക് പരിക്കേറ്റു. തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമായിട്ടില്ല. സംഭവത്തിൽ ഇറാൻ ഉന്നതതല അന്വേഷണം പ്രഖ്യാപിച്ചു. മെറിൻ മേരി ചാക്കോ, ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന്. മെറിൻ, വിവരങ്ങൾ എന്തൊക്കെയാണ്? ഗുഡ് മോർണിംഗ് ഉന്മേഷ്. ഇറാനിലെ ബന്ദർ അബ്ബാസിലെ ഷാഹിദ് രാജി തുറമുഖത്തിലുണ്ടായ തീപിടുത്തത്തിൽ മരണം ഇപ്പോൾ 14 ആയിരിക്കുന്നു എന്നാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം. 750-ലധികം പേർക്കാണ് ഇപ്പോൾ പരിക്കേറ്റിരിക്കുന്നത്. 1 കിലോമീറ്റർ പരിധിയിൽ കനത്ത നാശനഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. ഇന്ന് ദുരന്തമുണ്ടായ 23 കിലോമീറ്റർ പരിധിയിലെ സ്കൂളുകൾക്കും അതുപോലെ തന്നെ ഓഫീസുകൾക്കും അധികൃതർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതുവരെ തീ അണയ്ക്കാനായിട്ടില്ല. തീ അണയ്ക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ എല്ലാം തുടരുകയാണ്. ഇപ്പോൾ സംഭവത്തിൽ ഉന്നതതല അന്വേഷണം ഇറാൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. സംഭവത്തിൽ
ദുഃഖം രേഖപ്പെടുത്തിയ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷസ്കിയാൻ ആഭ്യന്തരമന്ത്രിയോട് സംഭവസ്ഥലം സന്ദർശിച്ച് സാഹചര്യം വിലയിരുത്തണമെന്നും ഇപ്പോൾ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്രധാനമായും ഈ തീപിടുത്തത്തിന്റെ കാരണം രാസവസ്തുക്കൾ നിറച്ച ഒരു കണ്ടെയ്നർ പൊട്ടിത്തെറിക്കുകയായിരുന്നുവെന്നും അല്ലെങ്കിൽ കണ്ടെയ്നറുകൾ പൊട്ടിത്തെറിക്കുകയായിരുന്നുവെന്നാണ് വിവരം. എന്നാൽ എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു തീപിടുത്തം ഉണ്ടായതെന്നുള്ളൊരു കാര്യത്തിൽ സ്ഥിരീകരണം വന്നിട്ടില്ല. പ്രധാനമായും ഇറാനും അതുപോലെ തന്നെ അമേരിക്കയും ഒമാനിൽ 3ാം ഘട്ട ആണവ ചർച്ചകൾ നടത്തുന്നതിനിടെയാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുന്നതെന്ന് തന്നെയാണ് ഏറ്റവും കൂടുതൽ ഞെട്ടലുണ്ടാക്കുന്ന ഒരു കാര്യം. ഇപ്പോൾ എന്തായാലും രക്ഷാപ്രവർത്തനം തുടരുകയാണ്. അതുപോലെ തന്നെ ഹെലികോപ്റ്ററുകളെല്ലാം ഉപയോഗിച്ച് തീ അണയ്ക്കുന്നതിനുള്ള ശ്രമവും തുടരുകയാണ്. തന്ത്രപ്രധാനമായും ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിൽ നിന്നും 1000 കിലോമീറ്റർ മാറിയാണ് ഈ ഒരു തുറമുഖം സ്ഥിതി ചെയ്യുന്നത്. ഇറാനിലെ ഏറ്റവും വലിയ തുറമുഖമാണിത്. രാജ്യത്തെ വാണിജ്യ ഗതാഗതത്തിന്റെ അല്ലെങ്കിൽ ഷിപ്പിംഗ് ഗതാഗതത്തിന്റെ ഏറ്റവും കൂടുതൽ ഭൂരിഭാഗവും നടക്കുന്നത് ഈ ഒരു തുറമുഖത്തിലാണ്. കഴിഞ്ഞ സെപ്റ്റംബറിൽ രാജ്യം നേരിട്ട ഏറ്റവും വലിയ അന്ന് ഒരു കോൾ മൈനിലുണ്ടായ ഗ്യാസ് ലീക്കിനെ തുടർന്നുണ്ടായ തീപിടുത്തത്തിൽ 51 പേർക്ക് ജീവൻ നഷ്ടമായിരുന്നു. അതിനുശേഷം രാജ്യം നേരിട്ട ഏറ്റവും വലിയ ദുരന്തമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയ കഴിഞ്ഞ ICUവിൽ കിടന്ന യുവതിയെ കടന്നുപിടിച്ച ജീവനക്കാരൻ അറസ്റ്റായി. ഓർത്തോപീഡിക്സ് വിഭാഗം ജീവനക്കാരൻ ദിൽകുമാറാണ് പിടിയിലായത്. പ്രതിയെ ആശുപത്രി സൂപ്രണ്ട് സസ്പെൻഡ് ചെയ്തു. അജീഷ് ജയകുമാർ തിരുവനന്തപുരത്ത്. അജീഷ്, ഇത് എപ്പോഴായിരുന്നു സംഭവം? വിവരങ്ങൾ എന്തൊക്കെയാണ്? ഉന്മേഷ്, ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രി 7:30യോടെയായിരുന്നു ഈ സംഭവം നടക്കുന്നത്. മെഡിക്കൽ കോളേജിൽ ഒരു ശസ്ത്രക്രിയ കഴിഞ്ഞ ICUവിൽ വിശ്രമത്തിലായിരുന്നു യുവതി. ഈ വെള്ളിയാഴ്ച വൈകിട്ട് ഈ സമയത്ത് ഈ ഓർത്തോപീഡിക്സ് വിഭാഗം ജീവനക്കാരനായിരുന്ന ദിൽകുമാർ, ഇയാൾക്ക് 52 വയസ്സുണ്ട്. ഇയാൾ ഡ്യൂട്ടി കഴിഞ്ഞ് പോകാൻ നേരം ഈ ICUവിൽ കയറുകയായിരുന്നു. ആ സമയത്ത് യുവതി മയക്കത്തിലായിരുന്നു. ഈ സമയമാണ് യുവതിയെ കയറി പിടിക്കാൻ ശ്രമിച്ചത്. യുവതിയെ അവശതയിലായതുകൊണ്ട് തന്നെ ബഹളം വയ്ക്കാൻ സാധിച്ചില്ല. പിന്നീട് രാത്രി ബന്ധുക്കൾ കാണാനെത്തിയപ്പോഴാണ് യുവതി കരഞ്ഞുകൊണ്ട് ഈ സംഭവങ്ങൾ വിശദീകരിക്കുന്നത്. അപ്പോൾ തന്നെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന നഴ്സുമാരെ ബന്ധുക്കൾ ഈ വിവരം അറിയിച്ചു. തുടർന്ന് ആർമിയുടെ നേതൃത്വത്തിൽ ഒരു പ്രാഥമിക അന്വേഷണം നടത്തി. അതിൽ ഇയാൾ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുകയും ചെയ്തു. ഈ റിപ്പോർട്ട് സൂപ്രണ്ടിന് സമർപ്പിച്ചു. തുടർന്നാണ് സൂപ്രണ്ട് ഇയാളെ മെഡിക്കൽ കോളേജ് പോലീസിൽ വിവരം അറിയിക്കുകയും തുടർന്ന് ഇയാളെ വിളിച്ചു വരുത്തി അറസ്റ്റ് ചെയ്യുകയും ചെയ്തത്. IPL ഇന്ന് 2 മത്സരങ്ങളാണ്. ഉച്ചതിരിഞ്ഞ് 3:30 മുംബൈ ഇന്ത്യൻസ് ലക്നൌവിനെയും രാത്രി 7:30 ഡൽഹി ബംഗളൂരുവിനെയും നേരിടും. പ്ലേ ഓഫ് പ്രതീക്ഷ നിലനിർത്താൻ ഇരു ടീമുകൾക്കും ജയം അനിവാര്യമാണ്. മുംബൈ ഇന്ത്യൻസ് ആ പഴയ മൈറ്റി മുംബൈ ആയി കഴിഞ്ഞിരിക്കുന്നു. തുടരെ 4 ജയങ്ങളോടെ പ്ലേ ഓഫ് പ്രതീക്ഷ സജീവമാക്കിയ ഹാർദിക് പാണ്ഡ്യയ്ക്കും സംഘത്തിനും ഇനി പകരം വീട്ടാനുള്ള പോരാട്ടം. എല്ലാ ടീമുകളുടെയും പേടി സ്വപ്നമായ മുംബൈക്ക് പക്ഷേ എന്നും തലവേദനയാണ് ലക്നൌ സൂപ്പർ ജയൻസ്. കളിച്ച 7 മത്സരങ്ങളിൽ 6ലും തോറ്റു. ഈ സീസണിൽ ലക്നൌവിൽ നടന്ന മത്സരത്തിൽ 12 റൺസിനായിരുന്നു മുംബൈയുടെ തോൽവി. രോഹിത് ശർമ്മ കൂടി ഫോമിലേക്ക് ഉയർന്നതോടെ കണക്ക് തീർക്കാൻ ഇത് തന്നെ മുംബൈയുടെ അവസരം. അതേസമയം സ്ഥിരത കിട്ടാതെ പതറുന്ന ലക്നൌ സൂപ്പർ ജയൻസിന് പ്ലേ ഓഫ് പ്രതീക്ഷ നിലനിർത്താൻ ജയം അനിവാര്യം. ക്യാപ്റ്റൻ ഋഷഭ് പന്തിന്റെ ഫോമാണ് ലക്നൌകാരുടെ ഏറ്റവും വലിയ തലവേദന. പോയിന്റ് പട്ടികയിലെ 1ാം സ്ഥാനം മോഹിച്ചെത്തുന്നവരുടെ പോരാട്ടമാണ് രാത്രി 7:30. ഡൽഹി ക്യാപിറ്റൽസ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. 12 പോയിന്റ് വീതമുള്ള 2 ടീമുകൾക്കും ഇനി 2 ജയം കൂടി മതി പ്ലേ ഓഫ് ഉറപ്പിക്കാൻ. സീസണിലെ ഏറ്റവും ബാലൻസ്ഡ് ടീമാണ് ഡൽഹി ക്യാപിറ്റൽസ്. KL രാഹുൽ നയിക്കുന്ന ബാറ്റിംഗ് നിരയും മിച്ചൽ സ്റ്റാർക്കിന്റെ നേതൃത്വത്തിലുള്ള ബൌളിംഗ് നിരയും കിടിലൻ. ഓൾറൗണ്ട് മികവിനൊപ്പം ക്യാപ്റ്റൻ എന്ന നിലയിലുള്ള അക്സർ പട്ടേലിന്റെ പ്രകടനവും കയ്യടി അർഹിക്കുന്നു. സീസണിൽ എതിരാളികളുടെ തട്ടകത്തിൽ 100% വിജയത്തിന്റെ റെക്കോർഡോടെയാണ് RCB ഡൽഹി സ്റ്റേഡിയത്തിലെത്തിയിരിക്കുന്നത്. വിരാട് കോഹ്ലിയുടെ അടങ്ങാത്ത റൺദാഹവും ജോഷ് ഹേസൽവുഡിന്റെ റൺ വഴങ്ങാനുള്ള പിശുക്കുമാണ് RCBക്ക് ഇത്തവണ കന്നിക്കപ്പിന്റെ പ്രതീക്ഷകൾ നൽകുന്നത്. സ്പോർട്സ് ഡെസ്ക് 24.